നദി പോലെ എന്നിൽ ഒഴുകണമേ. മുട്ടോളം മറയോളം എന്നിൽ കവിയണമേ. മുട്ടോളം മറയോളം എന്നിൽ കവിയണമേ. നീതിയല്ലാതെ കാണാൻ കഴിയാത്ത സാന്നിധ്യമേ. നീതിയല്ലാതെ കാണാൻ കഴിയാത്ത സാന്നിധ്യമേ. പോലെ മഴ പോലെ എന്നിൽ പതിയണമേ. നദി പോലെ എന്നിൽ ഒഴുകണമേ. തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ. നദി പോലെ എന്നിൽ ഒഴുകണമേ. മുട്ടോളം മറയോളം എന്നിൽ കവിയണമേ. മുട്ടോളം മറയോളം എന്നിൽ കവിയണമേ. നീന്തിയിട്ടല്ലാതെ കാണാൻ കഴിയാത്ത സാന്നിധ്യമേ. നീന്തിയിട്ടല്ലാതെ കാണാൻ കഴിയാത്ത സാന്നിധ്യമേ. നദി പോലെ എന്നിൽ ഒഴുകണമേ. തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ. നദി പോലെ എന്നിൽ ഒഴുകണമേ. മുട്ടോളം മറയോളം എന്നിൽ കവിയണമേ. മുട്ടോളം മറയോളം എന്നിൽ കവിയണമേ. നീതിയല്ലാതെ കാണാൻ കഴിയാത്ത സാന്നിധ്യമേ. നിങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സ് വല്ലതാണോ? നിങ്ങളുടെ ഫാമിലിയിൽ ഒരേപോലെ വ്യാപരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ഭയം. രണ്ടുപേർക്കും ഒരേപോലെ വ്യാപരിക്കുന്ന ഒരു കാര്യമാണ് ഭയമുണ്ട്. എല്ലാ കാര്യത്തിലും ഭയം കൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ഭയമായി. കാരണം ചില സാഹചര്യങ്ങൾ വരുംതോറും
നിങ്ങൾക്ക് തോന്നുക എല്ലാം കൊണ്ട് നശിച്ചു പോകുന്നു, എല്ലാം കൊണ്ട് ഇല്ലായതായി പോകുന്നു നിങ്ങൾക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. ഇന്ന് ആ ഭയം വിട്ടുപോവാ നിങ്ങളിൽ നിന്ന്. അമ്മയ്ക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. രാത്രി ഉറക്കം വരത്തില്ല. രാത്രി ചില സമയത്ത് എന്തോ അടുക്ക് വന്ന് പേടിപ്പിക്കുന്ന പോലെ തോന്നും അമ്മയ്ക്ക്. അതിനുശേഷം ഉറക്കം പോവും. അമ്മയുടെ ഫാമിലി ഈ ഭയം കാരണം എല്ലാ കാര്യങ്ങളിലും ഒറ്റപ്പെട്ടു പോയി, തകർന്നു പോയി. ചെറുപ്പം മുതലേ ഈ കാര്യത്തിൽ ആയി ഇനി ഞാൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്നുള്ള ചിന്ത ഇപ്പൊ തലയില്. ഇന്ന് കർത്താവ് അമ്മേനെ ആ സ്ഥലത്ത് നിന്ന് കർത്താവ് പൊക്കിക്കൊണ്ടുവരുക. അമ്മയുടെ ജോയിൻസിനുള്ള പ്രശ്നങ്ങൾ, അമ്മയ്ക്ക് ചില സമയത്ത് നടക്കാനാകട്ടെ, ഒരു കാര്യങ്ങൾ ചെയ്യാനാകട്ടെ, ചില സമയത്ത് കുത്തി വലിക്കുന്ന വേദന പോലെ, കൈ ഉയർത്താൻ ഒരു സ്റ്റിഫ്നെസ് വരും കയ്യില് ഉണ്ട്. അത് അമ്മയ്ക്ക് ഉണ്ടാകാൻ തുടങ്ങിയത് എപ്പോ മുതലാണോ ആ ഭയം ഭരിക്കാൻ തുടങ്ങിയത്, അതിനുശേഷം ഈ കാര്യങ്ങൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടേയിരുന്നു. എന്നാണോ ആ ഉറങ്ങാൻ കിടന്നതിന് ശേഷം ആ ദുരാത്മാവിനെ കാണാൻ തുടങ്ങി, അന്ന് മുതൽ ഈ സാധനങ്ങൾ കൂടി വരാൻ തുടങ്ങി. ആ ഭയം കൂടാൻ തുടങ്ങി, കൈകാലുകൾക്ക് സ്റ്റിഫാവാൻ തുടങ്ങി, അമ്മയുടെ ഫാമിലി ഇടിയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഇന്ന് ആ ദുരാത്മാവ് അമ്മേനെ വിട്ടുപോവാ. ഇന്ന് മുതൽ അമ്മയുടെ ജീവിതം മാറാൻ പോവുക. ഇവിടെ സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ ഒന്നിനും ഒരു സാധനം തികയത്തില്ല. കയ്യിൽ ഇങ്ങനെ ഓട്ടമുള്ള പോലെ ഇങ്ങനെ ഏത് സമയം ചോർന്നു പൊക്കോണ്ടേയിരിക്കും. ഒരു സാധനത്തിന് ഒരു കാര്യത്തിന് ഒന്നും ഇല്ല എടുക്കാൻ. കറക്റ്റാ പറഞ്ഞു. ഇന്ന് അമ്മയുടെ ജീവിതം മാറാൻ പോവാ. ഇന്നു മുതൽ ആ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ലൈഫ് കർത്താവ് തലതിരിച്ചു വെക്കാൻ പോവുകയാണ്. ആ നീല ഷോളിട്ട ചേച്ചിയുടെ മേലെ കർത്താവിന്റെ ഒരു വിളിയുണ്ട്. ആന്റീനെ കുഞ്ഞിലെ കർത്താവ് വിളിച്ചതാ. ആന്റിക്ക് അത് അറിയാം. പക്ഷെ കല്യാണത്തിന് ശേഷമാണോ അതിനപ്പുറത്തോടായപ്പോഴേക്കും ആന്റിയുടെ ഫാമിലി ആന്റീനെ ഇറുക്കിയതും ആന്റി ഒറ്റപ്പെട്ടതും അത് കാരണം ഒത്തിരി പുറകോട്ട് പോയി. ചില സമയത്ത് തോന്നും മരിച്ചാൽ മതിയോന്ന് തോന്നുന്ന വിധത്തിൽ ആന്റിയുടെ ചുറ്റുപാടും ആന്റീനെ ഇറുക്കി കളഞ്ഞു. തോളിന് ചില സമയത്ത് ഒരു വേദന വരും. കൈ പൊക്കാനോ ബ്ലൗസ് ഇടാനോ ഒക്കെ ഭയങ്കര പാടാ. ചില സമയത്ത് ഉറങ്ങിയിട്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല. നടുകൊണ്ട് കുനിയാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇന്നു മുതൽ ആന്റിയുടെ ലൈഫ് മാറുക. ആന്റിക്ക് വ്യക്തികളെ കാണുമ്പോ ഭയങ്കര സ്നേഹം വരും. അവരോട് എന്തെങ്കിലും കർത്താവിനെ കുറിച്ച് പറയണോന്ന് ഇങ്ങനെ തോന്നും. പക്ഷെ ആന്റിയുടെ ഉള്ളിലെ മനസ്സിലെ മുറിവുകൾ കാരണം ആന്റി അത് ഇടിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ. ഇന്നു പോലെ ആന്റിയുടെ ലൈഫ് മാറാൻ പോവാ. നടക്കുമ്പോ ശ്വാസം മുട്ടിക്കൊണ്ടേയിരിക്കും. നടക്കാൻ പറ്റുന്നത് ഭയങ്കര പാടാ നടക്കാൻ. ഇവിടെ ആയിരുന്ന സമയത്ത് അമ്മയ്ക്ക് അമ്മേനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലൊരു പ്രസൻസ് അമ്മയുടെ ശരീരത്തിലോട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇന്ന് മുതൽ ശ്വാസം മുട്ടലുണ്ടാകത്തില്ല. അമ്മയുടെ ഫാമിലിയുടെ കാര്യങ്ങളില് വേറെ ഒന്നുമല്ല അമ്മേനെ ചിന്ത മനസ്സിനെ ഇടിക്കുന്നത്. അമ്മയുടെ ഫാമിലി അമ്മേനെ മനസ്സിനെ ഇടിക്കുന്നത്. ഇന്ന് മുതൽ ഫാമിലി റിസ്റ്റോർ ആവാൻ പോവുക. ഇന്ന് മുതൽ അമ്മയുടെ ഫാമിലിയിൽ ഒരു സമാധാനം ഉണ്ടാകാൻ പോവുക. അമ്മ എപ്പോഴും വീട്ടിൽ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വീട്ടിൽ സമാധാനം ഇല്ല. ഇന്നു മുതൽ സമാധാനം ഉണ്ടാകാൻ പോവുകയാണ്. ഇന്നു മുതൽ നമ്മുടെ ജീവിതം മാറാൻ പോവുക. ചേച്ചിയുടെ ഫ്യൂച്ചർ കർത്താവ് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചേക്കുന്ന കാണാം. ചേച്ചിയുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചേച്ചിയുടെ കൺഫ്യൂഷൻസ് അത് കർത്താവ് മാറ്റാൻ പോവുക. ചേച്ചിയുടെ ഫ്യൂച്ചറിന് കർത്താവ് പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ ഒരുക്കിയിരിക്കുന്നത് എനിക്ക് കാണാം. ചേച്ചിക്ക് ഒരു കർത്താവുമായുള്ള ഒരു സന്ദർശനം ഉണ്ടാകുന്ന എനിക്ക് കാണാം.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചീനെ കർത്താവിലോട്ട് അടുപ്പിക്കുന്നതും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതും കാണാം. ഒറ്റപ്പെടൽ. ചേച്ചിയുടെ തലയിൽ കയറിയിരിക്കുന്ന കാര്യം ആർക്കും എന്നെ ഇഷ്ടമല്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്ത് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയാ ചേച്ചിക്ക്. ഇന്നു മുതല് ആരും എന്നെ ഇങ്ങനെ വഴി കൈ പിടിച്ച് നടത്തുന്നത് ചേച്ചി മനസ്സിലാക്കാൻ തുടങ്ങാൻ പോവാ. ചേച്ചിയുടെ ലൈഫ് കർത്താവ് സെക്യൂർ ചെയ്തു. ചേച്ചിക്ക് ഒറ്റപ്പെടലും ഈ എന്റെ ലൈഫ് എങ്ങനെയാവുന്നുള്ള ചിന്ത കാരണം ചേച്ചിക്ക് ഫ്യൂച്ചർ എങ്ങനെയാന്നിങ്ങനെ എപ്പോഴും പേടി വന്നുകൊണ്ടിരിക്കും. കർത്താവ് എന്നാ പേടിനെ മാറ്റി കർത്താവ് ചേച്ചിയുടെ ഉള്ളിൽ ഒരു സമാധാനം വെക്കാൻ പോവാ. ഇന്ന് മുതൽ ചേച്ചിയുടെ ലൈഫ് മാറാൻ പോവാ. ചേച്ചിയുടെ കുടുംബത്തില് ചേച്ചിയുടെ ആ കാര്യങ്ങളിലുണ്ടായ വേദനകൾ അത് കർത്താവ് ഏറ്റവും ബെറ്ററിനായി ആക്കാൻ പോവാ, ഏറ്റവും നന്മയ്ക്കായി തിരിക്കാൻ പോവുക. ഇന്ന് മുതൽ ചേച്ചിയുടെ ലൈഫ് മാറാൻ പോവാ. വയലറ്റ് ചുരിദാറുണ്ട് ചേച്ചി. ഇവിടെ ചർച്ച വരുമ്പോ ആ പ്രസൻസിലായിരിക്കും ഭയങ്കര സന്തോഷം, ഭയങ്കര സമാധാനം. പക്ഷെ വീട്ടിൽ ചെന്ന എല്ലാം ഇടിയും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് ഇടിഞ്ഞും മനസ്സുകൊണ്ട് ഇടിഞ്ഞും ഇന്ന് മുതൽ ചേച്ചിയുടെ ഫാമിലിനെ കർത്താവ് റിസ്റ്റോർ ചെയ്യാൻ പോവുക. ആന്റിയുടെ ശരീരത്തിലൂടെ കർത്താവിന്റെ സാന്നിധ്യം പോകുന്ന എനിക്ക് കാണാം. കർത്താവിന്റെ സന്ദർശനം, കർത്താവിന്റെ പ്രസൻസ് ആന്റിയുടെ ശരീരത്തിൽ നിറയുന്നത് എനിക്ക് കാണാം. ഇന്ന് മുതൽ ആന്റിയുടെ ജീവിതം മാറാൻ പോവുക. ഞാൻ അവിടെ പറഞ്ഞു ഭയം, ഒറ്റപ്പെടൽ. അമ്മയ്ക്കും അതേ പ്രശ്നമുണ്ട്. ചില സമയത്ത് ഇങ്ങനെ പേടി തോന്നിക്കൊണ്ടേയിരിക്കും. ആരോ വന്ന് എന്നെ ഉപദ്രവിക്കുന്ന പോലെയോ അല്ലെങ്കിൽ എന്നെ ഞാൻ ഇല്ലാതാകും എന്നുള്ള ഭയം ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അമ്മയുടെ പുറകെ നിൽക്കുന്ന ദുരാത്മാവിനെ എനിക്ക് കാണാം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് സഭയായി അതിനെ ശാസിക്കുകയാണ്. ഇനി മുതൽ അമ്മയുടെ ജീവിതത്തിൽ ആ ഭയം ഉണ്ടാകത്തില്ല. എല്ലാരും ഉറക്കെ അന്യഭാഷയിൽ ആരാധിച്ചേ. ജീവിച്ചു മടുത്തു എന്ന് പറയുന്നേ ശരി. അങ്ങനെ തലയിൽ മൊത്തം മരിച്ചാ മതി, മരിച്ചാ മതി. ഇനി എങ്ങനെ എന്തിനിങ്ങനെ ജീവിക്കുന്നേ? മക്കളും വെറുത്തു, എല്ലാരും വിട്ടു. ഇന്ന് കർത്താവ് അമ്മയുടെ മനസ്സിൽ നിന്ന് വിഷമം എടുത്ത് കളയുക. മക്കളിൽ നിന്നുണ്ടായ മുറിവ്, ഫാമിലിയിൽ നിന്നുണ്ടായ മുറിവ് കർത്താവ് ഇന്ന് അമ്മയുടെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക. ജീവിച്ച് മടുത്തു എന്ന് പറഞ്ഞെടുത്തുനിന്ന് എൻ്റെ യേശുവിന് വേണ്ടി എനിക്ക് ജീവിക്കണം എന്ന് അമ്മ ഇന്നു മുതൽ പറയാൻ പോവുക. ആ സമാധാനം ഇന്നു മുതൽ അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പോവുക. അമ്മയുടെ അരയ്ക്ക് കീബോർഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് അമ്മയ്ക്ക് നടക്കുമ്പോൾ ഈ ഭാഗം കൊണ്ട് തളർന്നു പോകുന്ന പോലെ തോന്നും. ഇന്ന് കർത്താവ് സൗഖ്യമാക്കുക. ഇന്നു മുതൽ അമ്മയുടെ ജീവിതം മാറുക. ഈ ഹോളില് കർത്താവിന്റെ ആ കംഫർട്ടിംഗ് പ്രസൻസ് നിൽക്കുന്ന എനിക്ക് കാണാം. കർത്താവിന്റെ ആ ഹൃദയത്തെ തണുപ്പിക്കുന്ന ആ പ്രസൻസ് ഈ ഹോളിൽ നിറഞ്ഞു നിൽക്കുന്ന കാണാം. വേറെ ഒന്നും ആലോചിക്കാതെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. അതോടൊപ്പം അമ്മയുടെ നടു കൊണ്ടും അമ്മയ്ക്ക് വയ്യ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തല മുതൽ പാദം വരെ അമ്മയ്ക്ക് വയ്യ, ഒന്നിനും കൊണ്ടും വയ്യ. ഇതും കൂടെ ആയപ്പോ ഇനി എന്തിനാ ജീവിക്കുന്ന, മരിച്ചാ മതിയെന്നായി. ശരീരം കൊണ്ടും വയ്യ, മനസ്സും കൊണ്ടും വയ്യ, ഫാമിലി കൊണ്ടും ഇടിഞ്ഞു. ഇന്നു മുതൽ അമ്മയുടെ ജീവിതം മാറാൻ പോവാ. ഇന്നു മുതൽ അമ്മയുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ കർത്താവിന്റെ പ്രസൻസ് നിന്റെ അടുത്ത് നിൽക്കുന്ന കാണാം.
ഞാൻ കർത്താവിന്റെ കംഫർട്ടിങ് പ്രസൻസ് ഈ ഹോളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ നിനക്കൊരു അനുഭവം ഉണ്ടായി. പെട്ടെന്ന് നിന്റെ ഹൃദയം തണുക്കുന്ന പോലെ നിനക്ക് തോന്നി. അതിന് കാരണം ഞാൻ ഈ അമ്മയടുത്ത് പറഞ്ഞു, മക്കള് അമ്മേനെ വിഷമിപ്പിച്ചു എന്ന്. പക്ഷെ നിനക്ക് നേരെ തിരിച്ചാ. നിനക്ക് നിനക്ക് ഏറ്റവും ഇഷ്ടം എന്ന് തോന്നുന്ന ആൾക്കാരെന്ന് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായിട്ടുള്ളത്. ഇന്നു മുതൽ നിന്റെ ഹൃദയത്തിൽ ആ തണുപ്പ് നിൽക്കും. ആ സമാധാനം ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ ആ സമാധാനം നിൽക്കും എന്ന് പറഞ്ഞ സമയത്ത് നിന്റെ ഹൃദയത്തിൽ നിന്ന് എവിടുന്നാന്ന് അറിയില്ല, പക്ഷെ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം ഇങ്ങനെ വരുന്നറിയാം. നീ കർത്താവിന്റെ പ്രസൻസിൽ ഇരിക്കുകയും കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ഇന്ന് അനുഭവിച്ച സമാധാനം നീ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനായി തുടങ്ങും. മഴ പോലെ എന്നിൽ പതിയണമേ, നദി പോലെ എന്നിൽ ഒഴുകണമേ. തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ, നദി പോലെ എന്നിൽ ഒഴുകണമേ. മുട്ടോളം മരയോളം എന്നിൽ കവിയണമേ, മുട്ടോളം മരയോളം എന്നിൽ കവിയണമേ. നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ, നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ. നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയത്ത് നടക്കും തോറും അമ്മയുടെ ശരീരത്തിൽ ഇങ്ങനെ ഷോക്ക് അടിച്ചോണ്ടേയിരുന്നു. ഇന്ന് മുതല് ശരീരത്ത് ചില ഭാഗങ്ങളിലുള്ള സ്റ്റിഫ്നെസ് അത് കർത്താവ് മാറ്റാൻ പോവാ. ഇപ്പോഴും അമ്മയുടെ ശരീരത്തിൽ നിൽക്കാൻ പറ്റാത്ത പോലെ ആ ഷോക്ക് അടിക്കുന്ന അറിയാം. ഞാൻ നേരത്തെ കണ്ടായിരുന്നു ആ മോളെ കളിപ്പിക്കുന്നത്. മോളാണോ? ആ മോൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ പോയി മരിച്ചേനെ. അതാ തലയിൽ കൂടെ പോകുന്നത് ഫുൾ ടൈം. അവൾ ഉണ്ടായോണ്ട് ഞാൻ ജീവിക്കുക. അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നേ. കർത്താവ് അമ്മയുടെ സാഹചര്യങ്ങളെ മാറ്റുക. വീട്ടിലുണ്ടായ ഒറ്റപ്പെടൽ. അമ്മ പറയുന്ന കുഞ്ഞിലെ മുതൽ എന്നെ ആർക്കും ഇഷ്ടമല്ല. കുഞ്ഞിലെ മുതൽ എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി എന്നെ ആർക്കും ഇഷ്ടമല്ല. കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ. ഇന്നു മുതൽ അമ്മയുടെ ജീവിതം മാറാൻ പോവാ. അമ്മയുടെ ജോയിന്റ്സിനെ സ്റ്റിഫാക്കി കളയുന്ന ഒരു ദുരാത്മാവിനെ കാണാം. ആദ്യം അമ്മയ്ക്ക് തോളിനായിരുന്നു ആ സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നത്. പെട്ടെന്നൊരു സാധനം എടുക്കും, കൈ അനങ്ങാത്ത പോലെ തോന്നും. പിന്നെ അത് ഈ മുട്ടുകളിലോട്ടായി, പിന്നെ ഹിപ്പിലോട്ട് വരാനായി തുടങ്ങി, പിന്നെ കാലുകളിലൊക്കെ പതിയെ, പിന്നെ പേടിയാവാൻ തുടങ്ങി. എന്റെ ശരീരം മൊത്തം ഞാൻ ഇങ്ങനെ സ്ട്രോക്ക് വന്നാൽ ആകാൻ പോവാണോ എന്ന് പേടിയാവാൻ തുടങ്ങി. ഇന്ന് ആ ദുരാത്മാവ അമ്മേനെ വിട്ട് പോവാ. ഇനി അത് തിരിച്ചു വരത്തില്ല. അമ്മയുടെ വീട്ടിലുള്ള അസമാധാനം കർത്താവ് ഇന്ന് മാറ്റുക. देखा सेरे बोलो थोरो से खाबा खोरो दरे बालाम दरे दरे बाराम दरो दरो देखा सेरे बेले दरे बाला खोसरो खोलो दरे बाशे खोलो दे बा खांदे सेखे ഞാനീ വെളിപ്പാട് പറയും അത് ഇതൊക്കെ ചിന്തിച്ച സമയത്ത് അമ്മ എന്തോ ചിന്തിച്ചത്?
എനിക്ക് കർത്താവിന് വേണ്ടി ചെയ്യണം ചിലത്. എപ്പോഴാണ് ഞാൻ പുറത്തു വരുന്നത്? എപ്പോഴാണ് എന്റെ യേശു എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഈ ആരാധിക്കുന്ന സമയത്ത് എല്ലാവരും പ്രസൻസ് അനുഭവിക്കും, സന്തോഷം ചെയ്യുമ്പോൾ ഈ ചിന്ത അമ്മേനെ ഇടിച്ചു. എല്ലാരും പണിഞ്ഞോണ്ടിരുന്ന സമയത്ത് ഈ ചിന്ത അമ്മേനെ ഇടിച്ചു. കർത്താവിന്റെ കൂടെ ഇരുന്നാ മതി, കർത്താവിന്റെ ശബ്ദം കേട്ടാ മതി. കർത്താവ് കറക്റ്റ് സമയത്ത് വേണ്ടടുത്ത് നിങ്ങളെ കൊണ്ട് എത്തിച്ചോളും. അതിൻ്റെ ഇടയിൽ ഒരു ചിന്ത വന്ന് ചിലപ്പോ എന്നെ ഇതിനൊന്നും വിളിച്ചു കാണത്തില്ല, അതുകൊണ്ടായിരിക്കും ഇത്രയും നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടും പുറത്തു വരാത്തത്. പിശാച് നമ്മളിൽ ഉള്ളിൽ തരുന്ന ചിന്തകളെ ഒരിക്കലും കർത്താവ് ഇങ്ങനെ ഒരു ചിന്ത തരത്തില്ല. കർത്താവിന് തന്റെ മക്കളെ കുറിച്ച് ഏറ്റവും വലിയ പ്ലാനാ ഉള്ളത്. പിശാച് തരുന്ന ചിന്തയാന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പുറത്താക്കുക വേണ്ടേ. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കും തോറും, കർത്താവിന്റെ ശബ്ദം കേൾക്കും തോറും നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അമ്മയുടെ ജോയിൻസ്, അതിലുള്ള വേദന ഇന്ന് കർത്താവ് സൗഖ്യമാക്കാൻ പോവാ. അതൊന്നുമല്ല അമ്മേനെ വിഷമിപ്പിക്കുന്ന അമ്മയുടെ ഫാമിലി, സാമ്പത്തികം. കർത്താവ് ആ കാര്യത്തിൽ ഒരു അപ്ഗ്രഡേഷൻ കൊണ്ടുവരാൻ പോവാ. അമ്മയ്ക്ക് ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നിടത്തുനിന്ന് കർത്താവ് അമ്മേനെ ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് അമ്മയ്ക്ക് തരാൻ പോവാ. അമ്മയടുത്ത് ഞാൻ എപ്പോഴാ വന്നപ്പോ വെളിപ്പാട് പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മയുടെ മുഖം കണ്ടപ്പോ എനിക്ക് വെളിപ്പാട് പറഞ്ഞിട്ടുണ്ടെന്നാ മനസ്സിലായി. അന്ന് ഞാൻ പറഞ്ഞ് സമാധാനം ഉണ്ടാകുന്ന ഫാമിലിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാ അമ്മയടുത്ത് പറഞ്ഞേ. അതിനുശേഷം വീണ്ടും ഇടിഞ്ഞു. വീണ്ടും ഇപ്പൊ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് മരിച്ചാ മതി, എല്ലാം എൻ്റെ കാര്യങ്ങളെല്ലാം വീണ്ടും നശിച്ചു, ഇനി എന്തിനാ ജീവിക്കുന്നേ, കർത്താവിന് എന്നെ ഇഷ്ടമല്ല എന്ന ചിന്ത വരെ എത്തി. കർത്താവിന് എന്നെ ഇഷ്ടമായിരുന്ന എന്റെ ലൈഫിൽ ഇങ്ങനൊക്കെ ഉണ്ടാവും. നമ്മുടെ ലൈഫില് കർത്താവ് ഇന്നു മുതൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോവുക. ഞാൻ അന്ന് പറഞ്ഞതിന് ശേഷം അമ്മയ്ക്കുണ്ടായ സംശയമാണ് അമ്മ എന്റെ ലൈഫിനെ വീണ്ടും ഇടിച്ചത്. അമ്മ വീട്ടിൽ ചെന്നപ്പോ സാഹചര്യങ്ങളെ കണ്ടപ്പോ അമ്മ വീണ്ടും സംശയിച്ചു, എങ്ങനെ ഇത് ശരിയാവുമെന്ന്. ഇതൊന്നും എനിക്കറിയത്തില്ലല്ലോ, അമ്മ ചിന്തിച്ചതും സംശയിച്ചതൊന്നും. കർത്താവ് അമ്മയോട് വീണ്ടും സംസാരിക്കുന്നത് സംശയിക്കാതെ, കർത്താവ് അമ്മയുടെ കൂടെയുണ്ട്, കർത്താവയുടെ ലൈഫ് മാറ്റാൻ അവൻ ശക്തനാണെന്ന് അമ്മയടുത്ത് വീണ്ടും പറയുക. അമ്മയ്ക്ക് ഒത്തിരി വേഗത്തിൽ നടക്കുകയോ ഓടുവല്ല ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം മുട്ടാനായി തുടങ്ങും. ഇന്ന് അമ്മയ്ക്ക് ഒരു പ്രൂഫ് പോലെ ഞാൻ പറയാം, അമ്മയുടെ ശ്വാസം മുട്ടൽ മാറുക. ഇന്നു മുതൽ അത് ഉണ്ടാകത്തില്ല. അമ്മയ്ക്ക് ചില സമയത്ത് ഞാൻ കണ്ടൊരു വെളിപ്പാട്, അമ്മ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് തല ഇറങ്ങിയിട്ട് താഴെ വീഴുന്ന പോലെ, ചില സമയത്ത് തല ഇറങ്ങുന്ന പോലെ തോന്നും ഉണ്ട്. ഇന്നു മുതൽ അതും മാറുക. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ, അമ്മയുടെ ഫാമിലി കർത്താവ് റിസ്റ്റോർ ചെയ്യാൻ പോവാന്ന് അതിനൊരു പ്രൂഫ് കർത്താവ് തരുക. സാഹചര്യം കണ്ടിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നതിനെ സംശയിക്കരുത്. ഇനി എന്ത് സാഹചര്യം ഉണ്ടായാലും ഉറച്ചു വിശ്വസിച്ചോണം, കർത്താവ് എന്റെ സാഹചര്യത്തെ എന്തായാലും മാറ്റും. ഞാൻ സ്റ്റേജിൽ വന്നപ്പോഴേ ഞാൻ നിന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് കർത്താവിന്റെ ഒരു ഗ്രേസ് നിന്റെ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന കാണാം. പക്ഷെ ഫുള്ള് നെഗറ്റീവ് ചിന്ത അകത്തുള്ളത്. കർത്താവിന്റെ ഒരു എൻകൗണ്ടർ നിന്റെ ലൈഫിൽ ഉണ്ടാവാൻ പോവുക. നിന്റെ സ്റ്റഡീസ്, ആ കാര്യത്തിൽ കർത്താവ് ചിലത് ചെയ്തെടുക്കുന്ന കാണാം. ഫാമിലി, അതിലെ ഫിനാൻഷ്യൽ കാര്യങ്ങള്, ഇനി മുന്നോട്ട് പഠിക്കാൻ പറ്റുമോ, ഫിനാൻഷ്യൽ സപ്പോർട്ട്
അങ്ങനെ കുറെ ചിന്തകൾ തലയിൽ കൂടെ ഓടുന്നുണ്ട്. കർത്താവ് എല്ലാ കാര്യങ്ങളും, കർത്താവിനെ അന്വേഷിക്കുന്നവർ, കർത്താവിന്റെ മക്കളായ എല്ലാവർക്കും കർത്താവ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. നിന്റെ ലൈഫിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെക്കും. എനിക്ക് നിന്നെ കണ്ടപ്പോ ഉള്ളിൽ എനിക്കൊരു ഇഷ്ടം തോന്നി. അതിന് കാരണം എന്താണെന്ന് പറയാം, നീ ചിന്തിക്കുന്ന എല്ലാത്തിലും എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ ആർക്കും ഇഷ്ടമല്ല, അങ്ങനത്തെ ചിന്തയാണ് നിന്റെ തലയിൽ മൊത്തം ഉള്ളത്. എന്റെ അപ്പയും അമ്മയും എത്ര ലവിങ് പേരൻസ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ അവരിൽ ആരിലും ഇല്ലാത്ത കംഫർട്ട് ഞാൻ എവിടെ കണ്ടുപിടിച്ചതെന്നറിയോ? എന്റെ യേശുപ്പച്ചന്റെ സന്നിധിയിലാ. ഈ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോ നിനക്ക് ആ കംഫർട്ട് മനസ്സിലാവാൻ തുടങ്ങും. കർത്താവിന് തന്നെ ഒത്തിരി ഇഷ്ടമാണ്. കർത്താവിന് നിന്നെ ഇഷ്ടമല്ലാന്നോ എന്നെ വേണ്ടാന്നൊന്നും ചിന്തിക്കല്ലോ. കർത്താവിന് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. എല്ലാരോടും ഫാമിലിയുടെ കാര്യം പറഞ്ഞു. പക്ഷെ ആളുടെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ പോയി. എന്റെ ഫാമിലിയുടെ കാര്യം എന്തുകൊണ്ടാ പറയാൻ? എല്ലാം കൊണ്ട് എന്റെ ഫാമിലി ഇടിഞ്ഞും തകർന്നും. പിന്നെ ചിന്തിച്ചു കർത്താവിന് എന്നെ വേണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവിടുന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയെന്ന് ചിന്തിച്ചു. അമ്മയുടെ ഫാമിലിനെ കർത്താവ് ഇന്ന് റിസ്റ്റോർ ചെയ്യുക. ഇന്ന് മുതൽ അമ്മയുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവുക. അതിനൊരു പ്രൂഫായിട്ട് ചില സമയത്ത് അമ്മയുടെ വയറ്റിൽ അമ്മയ്ക്ക് ചില അസ്വസ്ഥതകൾ തോന്നും. അമ്മയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെ ഗ്യാസ് കഴുകുന്ന പോലെയോ അങ്ങനെ ഒരു അസ്വസ്ഥ വരും. ഇന്നത് മാറുക. അമ്മയുടെ ഈ ഭാഗങ്ങള്, തോടയുടെ അടിവശം ഭയങ്കര വേദന. ചില സമയത്ത് കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് കിടക്കണം, ഇരുന്നാ പറ്റില്ല, കിടക്കണം. കർത്താവ് ഇന്ന് ആ വേദനയും കംപ്ലീറ്റ്ലായിട്ട് മാറ്റാൻ പോവുക. ഇന്ന് മുതൽ അമ്മയുടെ ലൈഫ് മാറാൻ പോവുക. ഇന്ന് മുതൽ ലൈഫിൽ ഒരു സന്തോഷം കർത്താവ് തരാൻ പോവുക. ഓൾറെഡി കർത്താവ് തന്നിരിക്കുക. Jala tere balam tere balam tere balam tere 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 goro goro ko pasha kampalan tere അമ്മയ്ക്കുള്ള ശ്വാസം മുട്ടല്. കുറച്ചു നേരം നടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കിതയ്ക്കും. ചില സമയത്ത് ഒരു മൂക്കിലൂടെ ശ്വാസം പോകണല്ലോ എന്നൊക്കെ അമ്മയ്ക്ക് തോന്നും. ചില സമയത്തുള്ള തോള് വേന, നടുവേന, മുട്ടുവേന, എല്ലാ വേന കർത്താവ് ഒന്ന് മാറ്റുക. അമ്മയ്ക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. കാണുമ്പോ എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ എടുക്കാനൊക്കെ തോന്നും. പക്ഷെ അമ്മയ്ക്ക് പറയാനുള്ളത്, എന്നോട് ആരും അങ്ങനെ സ്നേഹിക്കുന്നില്ല, എന്നെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല എന്ന് അമ്മയ്ക്ക് എപ്പോഴും തോന്നുന്നത്. അമ്മ പറയുന്ന എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഫുൾ ടൈം സ്നേഹിച്ചും എല്ലാം ചെയ്തു കൊടുത്തിട്ടും അവരാരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് അമ്മ എപ്പോഴും ചിന്തിക്കുന്നേ. അമ്മയുടെ ഹൃദയത്തിൽ അമ്മയ്ക്ക് എല്ലാരോടും തോന്നുന്ന സ്നേഹം എന്തോന്നറിയോ? അത് കർത്താവിന്റെ സ്നേഹമാണ്. എല്ലാരെയും കാണുമ്പോ ഇങ്ങനെ ബബ്ലിങ് ജോയ് വരുന്നത്, ആ സ്നേഹം വരുന്നത് കർത്താവ് അമ്മയിൽ തന്നതാ. അമ്മയുടെ ശരീരത്തിലുള്ള എല്ലാ പ്രശ്നവും ഒന്ന് മാറുക. അമ്മയ്ക്ക് ചിലപ്പോൾ പ്രഷർ ഭയങ്കരമായിട്ട് കൂടിയിട്ട് തല ഇറങ്ങുന്ന പോലെ തോന്നും, അതിന്ന് മാറുക. അമ്മയുടെ ശരീരത്തിലുള്ള എല്ലാ പ്രശ്നവും നമ്മൾ കർത്താവ് മാറ്റാൻ പോവുക. ആ എനിക്ക് അങ്കിളിനെ കാണുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡോർ തുറക്കുന്ന കാണാം. കണ്ണാടി വെച്ച അങ്കിളുടെ ഫാമിലിയിൽ ഒരു ഫിനാൻഷ്യൽ ഡോർ തുറക്കുന്ന കാണാം.
ചില സമയത്ത് അങ്ങൾക്ക് വയറ്റിൽ ചില അസ്വസ്ഥതകളുണ്ടാവും. അത് കർത്താവ് മാറ്റാൻ പോവാ. അങ്കിൾ എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ചില സമയത്ത് അങ്കിളുടെ കാലിൽ ഒരു കൊളുത്തി പിടിക്കുന്ന പോലെ വേദന വരും. അത് കർത്താവ് മാറ്റാൻ പോവാ. അങ്കിൾക്ക് കർത്താവ് ഫിനാൻഷ്യലി ഒരു ഹൈക്ക് തരുന്ന കാണാം. അങ്കിള് പറയുന്നത്, ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു, ഒത്തിരി പണിയെടുത്തു, പക്ഷെ എനിക്ക് ആവശ്യത്തിന് വേണ്ട പോലെ എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആവശ്യത്തിന് എന്റെ ഫാമിലിക്ക് കൊടുക്കേണ്ട പോലെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന സങ്കടം അങ്കിളുടെ ഉള്ളില്. ഇന്ന് ആ സങ്കടം മാറ്റിയിട്ട് കർത്താവ് അങ്കിളുടെ കയ്യിൽ സമ്പത്തിനെ തരാൻ പോവാ. ഇന്ന് മുതൽ അങ്കിളുടെ ലൈഫ് മാറാൻ പോവാ. എല്ലാരും ഒരു നിമിഷം എഴുന്നേറ്റാട്ടെ. പരിശുദ്ധാത്മാവേ, അപ്പാ നിന്റെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. അപ്പാ ഞാൻ ഇന്ന് പറയുന്ന ഓരോ വാക്കും അവരുടെ ഹൃദയത്തിൽ പതിയട്ടെ പിതാവേ. അപ്പാ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് അപ്പ നിന്റെ വാക്കിനെ ഇവരോട് പറയാനപ്പ. ഇന്നു മുതൽ അവരുടെ ജീവിതം മാറട്ടെ കർത്താവ്. ഈ സത്യം ഇന്നു മുതൽ അവരുടെ ഹൃദയത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങട്ടെ അപ്പ. നമുക്ക് എല്ലാരും നമ്മൾ വിശ്വസിക്കുന്ന കാര്യം ബൈബിളിൽ മൊത്തം കർത്താവിന്റെ വാക്കുകളും കർത്താവിന്റെ ട്രൂത്തും ഉള്ളതെന്ന്. പക്ഷെ അതോടൊപ്പം ബൈബിളിലുള്ള ഒരു കാര്യം കർത്താവിന്റെ റെവലേഷൻസ്, കർത്താവിന്റെ സത്യങ്ങൾ. കർത്താവിന്റെ റെവലേഷൻസ് എത്രത്തോളം അറിയുന്നോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിനെ അത് മാറ്റിക്കൊണ്ടേയിരിക്കും. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് പറയാ, ട്രൂത്ത് സെറ്റ്സ് യു ഫ്രീ, ട്രൂത്ത് മേക്ക് യു ഫ്രീ എന്ന് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, നിങ്ങളൊരു സത്യം കേൾക്കുമ്പോ, നമ്മളൊരു പുതിയതായ ഒരു സാധനം ഉണ്ടാക്കി, മേക്ക് യു ഫ്രീ എന്ന് പറഞ്ഞാൽ പുതിയതായ ഒരു സാധനം അതിൽ ഉണ്ടാകുന്നു എന്നാ. നിങ്ങൾ കർത്താവിന്റെ റെവലേഷൻ കേൾക്കുമ്പോ നിങ്ങളിൽ സംഭവിക്കുന്നത് എന്തോന്നറിയോ, അത് നിങ്ങൾക്ക് പുതിയൊരു കാര്യത്തെ ചെയ്യാൻ, ആ കാര്യം ചെയ്യാൻ ഒരു എബിലിറ്റി നിങ്ങൾക്ക് തരുക. ഞാനിവിടെ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ അപ്പ എന്നെ വിടുന്ന കൊല്ലത്താ. അപ്പൊ ഞാൻ ഇവിടെ വന്ന് പ്രൗഡ്ലി പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ അപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ സ്പിരിച്വൽ ഫാദർ പറയുന്ന ഒരു കാര്യത്തിന് നോ പറയരുതെന്ന്. അതൊരു സ്പിരിച്വൽ സത്യമാണ്, ആത്മീയ സത്യമാണ്, അല്ലെ ഒരു മർമ്മമാണ്. അതെന്റെ ഉള്ളിൽ വന്ന് അതെനിക്കൊരു റെവലേഷൻ ആയ, വെളിപ്പാടായപ്പോ ഞാൻ അതെന്റെ ഉള്ളിൽ എനിക്കൊരു വെളിപ്പാടായത് കൊണ്ടാ ഞാൻ എൻ്റെ അപ്പ എനിക്ക് നോ എന്ന് പറയരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോ പറയുന്നതുമില്ല. അന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആമേൻ, കർത്താവിൻ്റെ അതിശക്തിയെ ഉപയോഗിച്ചത് ഞാൻ കണ്ടത്, ഞാൻ ആ സത്യത്തെ എൻ്റെ ഉള്ളിൽ കൊണ്ടുപോയതും അതെനിക്ക് വെളിപ്പാടായതുവാ എൻ്റെ മിനിസ്ട്രി വേറൊരു നിലവാരത്തിൽ തുറക്കാനായി കാരണമായത്. ഇന്ന് നിങ്ങളോട് കർത്താവ് സംസാരിക്കാൻ പോകുന്നു, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോകും. ഞാൻ ഇന്നലെ ഇങ്ങനെ ചിന്തിക്കുമ്പോ എൻ്റെ അപ്പ ഞങ്ങളെ ആരെയും കരയുന്ന ഇഷ്ടമല്ല അപ്പയ്ക്ക് ഞങ്ങളാരും. കാരണം ഏത് സമയം എൻ്റെ അപ്പ ഞങ്ങളെ സന്തോഷമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ അപ്പ ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഏത് സമയം ഞങ്ങളുടെ അപ്പ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അങ്ങനെ കൊണ്ട് നടക്കുന്നത്. ഞാൻ അപ്പ ഇങ്ങനെ മെസ്സേജ് പറയും, നമ്മുടെ ഐഡന്റിറ്റി, നമ്മൾ ആരാന്ന് നമ്മൾ അറിയാത്തപ്പോ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക, തരണേ തരണേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ സത്യത്തിൽ ആരാ? നമ്മൾ കർത്താവിന്റെ മക്കളാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എൻ്റെ അപ്പയടുത്ത് ഞാൻ പോയി കരഞ്ഞോണ്ടേ ഇരിക്കുക, എന്തെങ്കിലും തരണേ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുക. എൻ്റെ അപ്പൻ്റെ ഹൃദയം എങ്ങനെയായിരിക്കും? ഇവിടെ ഇരിക്കുന്ന എല്ലാ അപ്പയ്ക്കും അമ്മമാർക്കും അപ്പന്മാർക്കും മനസ്സിലാവും, സ്വന്തം മക്കൾ വന്ന് ഏത് സമയം സങ്കടപ്പെട്ട് കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തെങ്കിലും തായോ, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെ അമ്മയുടെ ഹൃദയം വിങ്ങോ അതോ ഇല്ലയോ? അപ്പൊ നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവിന്റെ ഹൃദയം ആലോചിച്ച് നോക്കിയേ. കർത്താവ് നിങ്ങളെ സ്വന്തം മക്കളാക്കിയിട്ട് പറയാം, നീ എന്റെ അവകാശിയം, ഈ ലോകത്ത് നിനക്ക് ഒന്നും അസാധ്യമായിട്ടില്ല. നിന്റെ വായാൽ നീ കൽപ്പിക്കുന്നത്
നിന്റെ ലൈഫിൽ ഉണ്ടാകും. ഞാൻ ഒരു പ്രാവശ്യം ഒരു കൊച്ചിൻ്റെ അടുത്ത് സംസാരിക്കുക. അപ്പൊ ഞാൻ എൻ്റെ ലൈഫില് കാര്യങ്ങൾ പറയാം. എൻ്റെ യേശു അപ്പച്ചൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് എന്ത് ചോദിക്കാൻ ഭയങ്കര ധൈര്യമാണ്. എനിക്ക് എന്നെ കർത്താവ് എല്ലാ കാര്യത്തിലും ബ്ലെസ് ചെയ്തു. പക്ഷെ എന്നാലും എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് വേണം. എൻ്റെ അപ്പൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കും. അല്ല, എൻ്റെ അപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നതിനെക്കാട്ടി ഫ്രീഡത്തിൽ ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കും. എനിക്ക് ഇന്നത് വേണം, എനിക്ക് അത് ആഗ്രഹമുണ്ട്, ഇത് ആഗ്രഹമുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ കേട്ടോണ്ടിരുന്ന ആ കൊച്ചു ചോദിച്ചു, അങ്ങനൊക്കെ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കാവോ, അങ്ങനൊക്കെ തരുമോ? അപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു, അപ്പൊ കർത്താവിൻ്റെ മോളാണ്. പക്ഷെ കർത്താവിൻ്റെ അടുത്ത് അങ്ങനൊക്കെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ആ ഫ്രീഡം, ആ റെവലേഷൻ തലേ കയറാത്തോണ്ട്, ആ സത്യം പറയാൻ മോളാണ്, പക്ഷെ റെവലേഷൻ തലേ കയറാത്തോണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പോയിട്ട് ആ ഫ്രീഡത്തിൽ ചോദിക്കാനോ ആ ഫ്രീഡത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനോ പറ്റുന്നില്ല. കർത്താവിന്റെ മകനാ മകളാന്നുള്ള സത്യം നമ്മുടെ ഉള്ളിൽ കയറുമ്പോ ഉണ്ടല്ലോ, കർത്താവിന്റെ സന്നിധിയിൽ പോയിട്ട് അപ്പാ എന്ന് വിളിച്ചാൽ തന്നെ നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു മൂടുന്ന കർത്താവിന്റെ സാന്നിധ്യം മനസ്സിലാവും. എന്റെ അപ്പനെ ഞാൻ ഒരു വിളി വിളിച്ചാ കേൾക്കും. എന്റെ അപ്പനെ കാട്ടി ഒത്തിരി നല്ല എന്റെ സ്വർഗത്തിലെ പിതാവ്. എന്റെ അപ്പന്റെ സന്നിധി പോയി അപ്പാ എന്ന് വിളിച്ചാൽ തന്നെ എന്റെ ഹൃദയത്തിൽ സമാധാനം തരുന്ന ഒരു അപ്പനെ എനിക്കറിയാം. അതിന് കാരണം എന്താണെന്നറിയോ? ആ റെവലേഷൻ തലേ കയറി കർത്താവിന്റെ വചനത്തിലെ സത്യം മനസ്സിലാക്കി. ആ റെവലേഷൻ തലേ കയറിയപ്പോ മനസ്സിലായി, ഈ ലോകത്തിലെ എന്തിനെ കാട്ടിലും എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവ് എനിക്കുണ്ടെന്ന് മനസ്സിലായി. എല്ലാ ഫ്രീഡത്തിലും ഓടി ചെല്ലാൻ പറ്റുന്ന ഒരു പിതാവ് എനിക്കുണ്ടെന്ന് മനസ്സിലായി. ഇവിടെ ഒത്തിരി പേരടുത്ത് ഞാൻ പറഞ്ഞു, ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുക, ഒറ്റപ്പെടുക. പക്ഷെ നിങ്ങളെയൊക്കെ ബാക്കി എല്ലാരെ കാട്ടി സ്നേഹിക്കുന്ന ഒരു നല്ല അപ്പനുണ്ട്. ആ റെവലേഷൻ തലേ കയറുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ആ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ ഇത്രയും നല്ലൊരു അപ്പനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നേ, ഇത്രയും കാലം ഞാനത് മിസ് ചെയ്തല്ലോ നമുക്ക് തോന്നിപ്പോകും. അത്രയും നല്ലൊരു അപ്പനെ നമ്മൾ സേവിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഓടി കർത്താവിൻ്റെ അടുത്ത്, മറ്റേ ദൈവത്തിൻ്റെ അടുത്ത് പറയുന്ന പോലെ നമ്മൾ ചെല്ലും, എനിക്ക് എന്തെങ്കിലും തരണേ, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി തരണേ, എൻ്റെ സാഹചര്യങ്ങൾ മാറ്റി തരണേ, നീ ഇതൊന്നും കാണുന്നില്ലേ? എന്തോരം സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവിനെയാണ് നമ്മൾ സേവിക്കുന്നതെന്നറിയോ? ഞാൻ ഇന്നലെ ചെറിയൊരു ചിന്തയിൽ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് കുഴഞ്ഞു മെഴഞ്ഞ് ഇരിക്കുമ്പോഴാണ് അപ്പ എന്നോട് പറഞ്ഞു, ഒരു റെവലേഷൻ എൻ്റെ മനസ്സിൽ ഓടി വന്ന്. ഇൻസ്റ്റന്റ്ലി ഞാൻ ആ കൺഫ്യൂഷന് പുറത്തു വന്നു. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്തോന്നറിയോ? ആ റെവലേഷൻ ഇല്ലായിരുന്നെങ്കിൽ ആ സമയത്ത് ഞാൻ അവിടെ ഇടിഞ്ഞേനെ. ആ റെവലേഷൻ എനിക്ക് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ സമയത്ത് എൻ്റെ അപ്പൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ആ ചിന്തയിലായി പോയേനെ. ഞാൻ എൻ്റെ അപ്പനപ്പം നന്ദി പറഞ്ഞു, എനിക്ക് തന്ന റെവലേഷൻസിന്. കർത്താവ്, നീ എനിക്ക് മനസ്സിലായി, എൻ്റെ ഹൃദയത്തിൽ അത് പ്രകാശിപ്പിച്ചതിന്. നമ്മൾ എത്രത്തോളം കർത്താവിന്റെ റെവലേഷൻസ് മനസ്സിലാക്കുന്നു, അത്രത്തോളം നിങ്ങൾ ഇങ്ങനെ എന്റെ അപ്പനിലോട്ട് അടുത്തുകൊണ്ടേയിരിക്കും. അവന്റെ സ്നേഹം ഇങ്ങനെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. നമുക്കൊരു വാക്യം വായിക്കാം, യോഹന്നാൻ 1:35. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു. അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ് ആയിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി.
ഇവിടെ നല്ല രസമുള്ളൊരു സംഭവം കാണാം. ഇവിടെ യോഹന്നാന്റെ ശിഷ്യന്മാര് രണ്ടുപേരും യോഹന്നാന്റെ കൂടെ അവിടെ നിൽക്കുക. അപ്പൊ യോഹന്നാൻ പറയുന്നത് കേട്ടു, ദൈവത്തിന്റെ കുഞ്ഞാടതാ പോണൂന്ന് പറയണ കേട്ടു. അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വരുക, ഒരു ചിന്ത വരുക, അന്ന് ഒന്ന് പുറകെ പോയാലോ, ഒന്ന് കർത്താവിനെ ഒന്ന് ഫോളോ ചെയ്താലോ എന്നൊരു ചിന്ത വരുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കർത്താവിന്റെ പുറകെ പോയി. കർത്താവ് ചോദിച്ചു, എന്തോ നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, എവിടെയാ നീ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, വന്ന് കാണാന്ന് പറഞ്ഞു. അങ്ങനെ അവര് കർത്താവിൻ്റെ കൂടെ താമസിച്ചു. കർത്താവിൻ്റെ കൂടെ താമസിക്കുക, ആ കർത്താവിൻ്റെ കൂടെ സമയം, കർത്താവിൻ്റെ കൂടെ നിൽക്കുക. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് വേറെ ആരും അല്ല, ഇത് മെസ്സിയാന്ന് മനസ്സിലായി, ഇത് ക്രിസ്തുവാന്ന് മനസ്സിലായി. ഒരു കുഞ്ഞു ഇൻസ്പിറേഷനിലൂടെ ഒരു കുഞ്ഞു തോട്ട് അവരുടെ മനസ്സിൽ വരിക. ഒരു കാര്യം കേൾക്കുമ്പോൾ കർത്താവിന്റെ കുഞ്ഞാടാന്ന് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു തോന്നൽ വരും, ഒന്നൊന്ന് പുറകെ പോയാലോ, എവിടെയാ താമസിക്കുന്നതെന്നൊന്ന് ചോദിച്ചാലോ. ആ ചിന്തയുടെ, ആ ഇൻസ്പിറേഷന്റെ പുറകെ പോയപ്പോ ഒരു റെവലേഷനെ കണ്ടെത്തുകയോ ചെയ്യുന്നത്, അവരൊരു പുതിയ കാര്യത്തെ അൺലോക്ക് ചെയ്യുകയോ ചെയ്യുന്നത്. എന്തോന്നറിയോ, കഥ വേറെ ആരും അല്ല, അത് മെസ്സിയാന്നൊരു പുതിയ കാര്യത്തെ അവർ മനസ്സിലാക്കുകയോ ചെയ്യുന്നത്. അപ്പ എപ്പോഴും അപ്പയുടെ സാക്ഷ്യം പറയാറുണ്ടല്ലേ, അപ്പയ്ക്ക് കള്ളു കുടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ടൊബാക്കോ, സിഗരറ്റ് വലി, അങ്ങനത്തെ ഒത്തിരി ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കാര്യം നിർത്തി വെക്കുമ്പോൾ ബാക്കി 2 കാര്യം നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പയുടെ അമ്മ, മമ്മി ഉറങ്ങി കിടന്ന സമയത്ത് കർത്താവിന്റെ ശബ്ദം ഓഡിബിളായിട്ട് കേൾക്കുക, ബേബി എന്ന് വിളിച്ച് കേൾക്കുക. കർത്താവ് അപ്പൊ മമ്മിയോട് പറഞ്ഞൊരു വാക്യമാണ്, മറ്റൊരുവിനും ലക്ഷ്യമില്ല. ആ വാക്യം മമ്മിയോട് പറയുക. അത് മമ്മി അപ്പയുടെ ചെന്ന് പറഞ്ഞു. അപ്പൊ അപ്പയുടെ ഉള്ളിൽ ആ വാക്യം കിടക്കുക. അത് ഉള്ളിൽ കിടക്കെ അപ്പയ്ക്ക് മനസ്സിലാകുക, എൻ്റെ ഈ ശീലത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാവും. ഒന്ന് നിർത്തുമ്പോൾ ബാക്കി 2 കൂടും, അത് 2 കൂടുമ്പോൾ മറ്റേത് ഭയങ്കരമായിട്ട് കൂടും. എല്ലാം കൂടെ ഒരുമിച്ച് നിർത്താൻ അപ്പയ്ക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് അപ്പയ്ക്ക് മനസ്സിലാവുക. അങ്ങനെ അപ്പ ഒരു ക്രൂസൈഡിലോട്ട് പോവുക. ക്രൂസൈഡിൽ ചെല്ലുമ്പോൾ അവിടെ പ്രസംഗിക്കുന്ന വ്യക്തി പറയുന്നത് ഇതേ വാക്യമാ, മറ്റൊരു ലക്ഷ്യമില്ല എന്ന വാക്യവും അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അപ്പയ്ക്ക് ആ സാന്നിധ്യത്തിൽ ഇരിക്കുക, ആ പ്രസൻസിൽ ഇരിക്കുക, ആ കൺവെൻഷനിൽ പോയിരിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുക, ആ വാക്യത്തിലൂടെ അപ്പയോട് സംസാരിച്ച ആ വാക്യത്തിൽ നിന്ന് അപ്പയ്ക്ക് ഒരു റെവലേഷൻ ഉണ്ടായി. അന്ന് അപ്പയുടെ എല്ലാ ദുശീലങ്ങളും തീർന്നു. അതിനുശേഷം അപ്പൊ കാണുന്നവരും വരുന്നവരും പോകുന്നവരുടെ എല്ലാവരോടും കർത്താവിനെ പറയാനായി തുടങ്ങി. ഒരു കുഞ്ഞ് ഇൻസ്പിറേഷൻ നമ്മളെ കൊണ്ടെത്തിച്ചത് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന വിധത്തിൽ നമ്മളെ കൊണ്ടെത്തിച്ചോടെ. എന്നെ ഇവിടെ എത്തിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് അപ്പയുടെ കൂടെ മീറ്റിങ്ങിനൊക്കെ പോവും. അപ്പനെ പേടിച്ചിട്ട് ആക്ച്വലി പണ്ട് മീറ്റിങ്ങിന് ഇരിക്കുമായിരുന്നു, അപ്പനെ പേടിച്ചിട്ട്. കാരണം അഞ്ചലില് പച്ച നെറ്റായതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും പുറത്തു കൂടെ പോകുന്നുണ്ടെങ്കിൽ അപ്പോഴേ അപ്പ കണ്ടുപിടിക്കുക. അപ്പ വിളിക്കും ഉറക്കെ, അന്ന ജോഹ. അത് പേടിച്ചിട്ട് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പോയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ അഞ്ചലിലെ വീട്ടിൽ ഇങ്ങനെ ഒരു സ്ലോപ്പാ. അപ്പൊ ഞാൻ സൈക്കിൾ ഓടിച്ചോണ്ടിരിക്കുക. ഞാൻ മാത്രമേ പുറത്തുള്ളൂ, ജോഹമോൻ അകത്തങ്ങാണ്ട. അപ്പൊ ആ സ്ലോപ്പിൽ ഞാൻ സൈക്കിൾ ഓടിച്ചു വന്ന സമയത്ത് വീണപ്പം ഹാൻഡിൽ എൻ്റെ വയറ്റിൽ കുത്തിയിട്ട് വീണ സമയത്ത് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ തലയിൽ കൂടെ പോകുന്നത്, ഇപ്പൊ ഞാൻ മരിക്കും, ഇപ്പൊ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമെന്നാണ് എൻ്റെ തലയിൽ കൂടെ പോകുന്നത്. പക്ഷെ എൻ്റെ ഉള്ളില്, ഹൃദയത്തില് എവിടെയോ കിടപ്പുണ്ട്. അപ്പയുടെ കൂടെ ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്നതുകൊണ്ടും ചുമ്മാ അപ്പ പേടിപ്പിച്ചിരുത്തുന്നതുകൊണ്ടും എന്തൊക്കെയോ തലയിൽ കയറിയിട്ടുണ്ട്. കർത്താവിനെ വിളിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടാതെ എന്തോ തലയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഞാന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്തോന്നറിയോ, യേശുപ്പാ നന്ദി, കർത്താവേ നന്ദി, ഹല്ലേലൂയ പറയുക. അപ്പൊ എനിക്ക് ശ്വാസം മുട്ടിൽ നിന്നു. എനിക്ക് ശ്വാസം നേരെ എടുക്കാൻ പറ്റാൻ തുടങ്ങി. അപ്പൊ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, എനിക്ക് ഈ കർത്താവിനെ കാണണം, ശരിക്കും നേരിട്ട് എനിക്ക് കാണണം, എനിക്ക് കർത്താവിനെ അനുഭവിക്കണമെന്ന് ഒരു കുഞ്ഞു ഇൻസ്പിറേഷൻ, ഒരു കുഞ്ഞു തോട്ട് വന്നതാ. ഞാൻ അതിന്റെ പുറകെ പോയി. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കൂടുതൽ ഇരിക്കാൻ തുടങ്ങി. എൻ്റെ കർത്താവിനെ കാണണം വാശി പിടിക്കാൻ തുടങ്ങി.
അങ്ങനെ ഞാൻ എൻ്റെ അപ്പനെ കണ്ടു. അന്ന് മുതൽ തുടങ്ങിയ എൻ്റെ സ്പിരിച്വൽ ജേർണി എന്ന് വേണേൽ പറയാം. ഞാൻ എൻ്റെ അപ്പനെ ഇപ്പോഴും താങ്ക് ചെയ്യും. കാരണം ആ ഒരു കുഞ്ഞു തോട്ടിന്റെ പുറകെ പോയപ്പോ എനിക്ക് പുതിയൊരു റെവലേഷൻ ഉണ്ട്. എന്തോന്നറിയോ, ഒരു പുതിയൊരു സാധനം എനിക്ക് തുറന്നു കിട്ടി. എൻ്റെ അപ്പന്റെ സന്നിധി പോയ അന്ന് ഞാനൊരു ഒരാളെ കണ്ടുമുട്ടി. ആരാന്നറിയോ? എന്നെ ബാക്കി ആരെക്കാട്ടിലും സ്നേഹിക്കുന്ന ഒരു അപ്പനെ ഞാൻ അന്ന് കണ്ടുമുട്ടി. ഞാൻ എപ്പോ സന്നിധി ചെന്നാലും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല പിതാവിനെ ഞാൻ അന്ന് കണ്ടുമുട്ടി. ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ ആദ്യം ലോക്ക്ഡൌണിന്റെ സമയത്ത് യൂത്ത് മീറ്റിംഗിൽ പ്രസംഗിക്കുമ്പോൾ എന്നെ കേട്ടിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്, കർത്താവിൻ്റെ സന്നിധി പോയിരുന്നാൽ നിങ്ങൾക്ക് കംഫർട്ട് ഉണ്ടാവും, കർത്താവിൻ്റെ സന്നിധി പോയിരുന്ന അവൻ നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്ക് ആ കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാകും. എനിക്ക് എവിടുന്നാ ഉറപ്പ് കിട്ടിയെന്നറിയോ? ഞാൻ ആ വീഴ്ചയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പനെ എനിക്ക് ഇനി മനസ്സിലാക്കണം. സന്നിധി പോയിരുന്നപ്പോൾ എനിക്ക് പുതിയൊരു സാധനം തുറന്നു കിട്ടി. എൻ്റെ അപ്പൻ ഇങ്ങനാണെന്നുള്ള ഒരു ബോധ്യം, ആ ഒരു കൺവിക്ഷൻ എനിക്ക് ഉണ്ടായി കിട്ടി. ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയാണോ കർത്താവിൽ ആ ഒരു കുഞ്ഞു തോട്ടിന്റെ മുകളിൽ, ആ കുഞ്ഞു ഇൻസ്പിറേഷന് പുറകെ കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്നത്, ആ സാന്നിധ്യത്തിനൊപ്പം നടക്കാൻ തയ്യാറാകുന്നത്, അവരുടെ ലൈഫിലേക്ക് പുതിയൊരു റെവലേഷൻ തുറക്കും. അവരുടെ ലൈഫിലേക്ക് പുതിയ ചിലത് ഉളവാകാനായി തുടങ്ങും. ഇവിടെ ഇരിക്കുന്ന സകലരുടെ മേലും ആമേൻ, ആ പോകുന്ന പുറകെ എല്ലാവരുടെ മേലും ആ സാധനം തുറക്കാനായി പോകും. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊരു വെളിപ്പാട് കണ്ടു. റെവലേഷനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ റെവലേഷനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഏഞ്ചൽസ് ഇന്നു മുതൽ ആമേൻ ഇവിടെ എന്നെ അസിസ്റ്റ് ചെയ്യുകയും ആമേൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് ആ കാര്യങ്ങളെ തുറന്നു തരുകയും ചെയ്യാൻ പോകുന്നത് ഞാൻ ആമേൻ എൻ്റെ കർത്താവിന്റെ ശബ്ദം കേട്ടു. ഇന്ന് വിശ്വസിക്കുന്ന എല്ലാവരും, കർത്താവിന്റെ ആ കുഞ്ഞു ഇൻസ്പിറേഷന് പുറകെ പോകാൻ തയ്യാറാകുന്ന എല്ലാവരും, ആമേൻ ആ കർത്താവിന്റെ കൂടെ നടക്കാൻ തയ്യാറാകുന്ന എല്ലാവരും അവരുടെ ലൈഫിൽ പുതിയതൊന്ന് കണ്ടുമുട്ടാനായി പോകും. ഞാൻ എന്റെ കുഞ്ഞു ഇൻസ്പിറേഷന്റെ പുറകെ പോയത് എനിക്ക് എന്നെ മറ്റെല്ലാ കാട്ടി സ്നേഹിക്കുന്ന ഒരു അപ്പനെ കണ്ടുമുട്ടിയത്, മറ്റെല്ലാത്തിനെ കാട്ടിലും കംഫർട്ട് തരുന്ന ഒരു അപ്പൻ എനിക്ക് ഉണ്ടെന്ന് പറയാനുള്ള ധൈര്യം എവിടുന്നാ കിട്ടിയെന്നറിയോ? ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ ആ കുഞ്ഞ് ഇൻസ്പിറേഷൻ കൊണ്ട് പോയപ്പോഴാണ്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ കുഞ്ഞു കാര്യത്തെ കൊണ്ട് ചെല്ല് എന്റെ കർത്താവിനോട്. ആമേൻ, നിങ്ങളുടെ ലൈഫിൽ കർത്താവ് പുതിയ കാര്യങ്ങളെ പരിചയപ്പെടുത്തി തന്നോണ്ടേയിരിക്കും. ആമേൻ, അവനായിട്ട് കൂടുതൽ നിങ്ങൾ അടുത്തോണ്ടേയിരിക്കും. ഇന്നു മുതൽ ആ ഏഞ്ചൽ നിങ്ങളുടെ കൂടെ നടക്കാൻ പോവുക. ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫിൽ ആ കാര്യങ്ങൾ ഓപ്പൺ ആകാൻ പോവുകയാണ്. അപ്പക്ക് അഡിക്ഷൻ മാറിയപ്പോ ബാക്കിയുള്ളവരോട് പറയാൻ ഒരു ധൈര്യം കിട്ടി. എങ്ങനെയാണെന്നറിയോ? അപ്പയുടെ ഹൃദയത്തിൽ ആ കൺവിക്ഷൻ ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? അപ്പൊ കണ്ടുമുട്ടുക, ആ റെവലേഷനെ കണ്ടുമുട്ടുക, ആ റെവലേഷൻ ഹൃദയത്തിൽ എൻലൈറ്റ്മെന്റ് ആകുക. അപ്പൊ കാണുന്നവരെല്ലാരോടും പറയാ, എനിക്ക് എന്റെ ശീലങ്ങളിൽ നിന്ന് മാറ്റി ഒരു കർത്താവിനെ പറയാനുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നില്ലേ? എന്റെ കർത്താവിന് അതിന് സാധിക്കും. ഞാൻ എന്റെ ലൈഫിൽ എല്ലാരോടും പറഞ്ഞിട്ടുള്ളത്, എന്നെ എല്ലാരെ കാട്ടി സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. നിങ്ങൾ ആ സാന്നിധ്യത്തിൽ പോയിരുന്നാ മതി. ജസ്റ്റിൻ ബ്രദറിന്റെ മോള് മൂത്ത ആള് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, എനിക്ക് കർത്താവിനെ കാണണം, എങ്ങനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ സന്നിധി പോയിരിക്കുക, ചോദിക്കുക, കാണണം എന്ന്. അപ്പൊ കർത്താവ് മുമ്പിൽ വരും. എനിക്ക് എവിടുന്നാ ഈ ധൈര്യം കിട്ടിയത്? എനിക്കറിയാം എൻ്റെ അപ്പനെ, എൻ്റെ കർത്താവിനെ എനിക്കറിയാം. എൻ്റെ അപ്പൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ച എങ്ങനെയാ എൻ്റെ അപ്പൻ തരാതിരിക്കുന്നത്? എൻ്റെ അപ്പനെ കാണണമെന്ന് പറഞ്ഞപ്പോ എൻ്റെ മുമ്പില് എൻ്റെ അപ്പൻ പ്രത്യക്ഷപ്പെട്ട പോലെ, എൻ്റെ അപ്പൻ്റെ മക്കൾ ആരൊക്കെ ചോദിച്ചാലും അവരുടെ മുമ്പിൽ വരെ എൻ്റെ അപ്പന് എന്ത് ഇഷ്ടമാണെന്നറിയോ? എൻ്റെ അപ്പനെ കാണിച്ചു കൊടുക്കാനും അപ്പൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും എന്ത് ഇഷ്ടമാണെന്നറിയോ എൻ്റെ കർത്താവിന്. നമ്മൾ ആ കർത്താവ് ആ റെവലേഷൻ കിട്ടാൻ, ആ ഇൻസ്പിറേഷൻ, ആ തോട്ടിൻ്റെ കൂടെ പോയി ഇരുന്നാ മതി. ആൻഡ്രോസ് അവര് ആ ദൈവത്തിന്റെ കുഞ്ഞാടാന്ന് കേട്ടപ്പോ അന്ന് ഫോളോ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അറിയാം. ആ തോട്ടിന്റെ പുറകെ അന്ന് പോയി നോക്കിയേക്കാം എന്ന് വിചാരിച്ചു പോവാ. അവരപ്പം മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്, ഇത് മറ്റാരുമല്ല, ഇത് ക്രിസ്തുവാണ്, ഇത് മെസ്സിയ ആണെന്ന് അവർ മനസ്സിലാക്കുക. അവർക്ക് പുതിയൊരു റെവലേഷൻ തുറന്നു കൊടുക്കുക. നമ്മുടെ ലൈഫിനെ മാറ്റുന്നത് എന്തോന്നറിയോ? കർത്താവിന്റെ റെവലേഷൻസാ. നമ്മുടെ ലൈഫിനെ തലകീഴായി മാറ്റി വെക്കുന്ന കർത്താവിന്റെ റെവലേഷൻസാ.
ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ അതിൽ നിന്ന് ഇടിയാതെ തളരാതെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിർത്തുന്നത് കർത്താവിൻ്റെ റെവലേഷൻസാണ്. എന്ത് വന്നാലും എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നറിയോ? അന്ന് മുതൽ ഞാൻ കർത്താവിൻ്റെ സന്നിധി ഇരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് അനുഭവപ്പെടാൻ തുടങ്ങി. എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. എനിക്ക് അതിൽ നിന്നൊരു ഒരു 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 കൺവിക്ഷൻ ഉണ്ടാകുക, എന്ത് വന്നാലും എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടാവും. ആരെന്നെ വെറുത്താലും ആരെന്നെ വെറുതെ കൈവിട്ടാലും എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടാവും. നമുക്ക് അതേപോലൊരു സംഭവത്തിലേക്ക് വരാം. ലൂക്കോസ് 19:2 മുതൽ 5 വരെ. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഞങ്ങൾ VBSൽ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള കാര്യം. സക്കായോസ് മരത്തിന്റെ മേളിൽ കയറി കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു. സക്കായിനെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരുന്ന ആള് എന്ന് പറഞ്ഞാൽ നമ്മുടെ PM എന്ന് പറയുന്ന പോലെ അത്രയും ടോപ്പ് പൊസിഷൻ ഇരുന്ന ആള്. ഒരു ആഗ്രഹം വരും, ഉള്ളിലൊരു ആഗ്രഹം വരും, എനിക്ക് ഈ കർത്താവിനെ എനിക്കൊന്ന് കാണണം, ഉള്ളിലൊരു ആഗ്രഹം വരിക. അങ്ങനെ മരത്തിന്റെ മേളിൽ കയറി. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കർത്താവ് എവിടെ വരുമോ? മരത്തിന്റെ അടി വന്നിട്ട് പറയാ, സക്കായ വേഗം വാ, ഞാൻ നിന്റെ കൂടെ ഇന്ന് വീട്ടിൽ വരുവാന്ന് പറയുമോ? അപ്പൊ ബാക്കിലുള്ള ആൾക്കാരൊക്കെ പറയുന്നു, ദേ കർത്താവ് പാപിന്റെ കൂടെ കഴിക്കാൻ പോകുന്നു, ദേ അത് ഇതെന്നൊക്കെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പുറകെ ഇരുന്ന് പറയുന്നുണ്ട്. കർത്താവ് പക്ഷെ അതിനൊന്നും മിണ്ടുന്നില്ല. റെവലേഷൻ ഉണ്ടാകുക, ഒരു കൺവിക്ഷൻ ഉണ്ടാകുക, ഞാൻ തെറ്റാ ചെയ്യുന്നത്, ഞാനത് തിരുത്തണം, ഞാൻ ചെയ്തതെല്ലാം നമ്മൾ തിരിച്ച് ചെയ്യണമെന്ന് നമുക്കൊരു റെവലേഷൻ ഉണ്ടാകുക. അതുവരെ ഉണ്ടാകാത്തൊരു സാധനം കൺവിക്ഷൻ സക്കായോസിന് ഉണ്ടാകുകയാണ്. കർത്താവിൻ്റെ കൂടെ നടക്കും തോറും നമ്മുടെ തെറ്റുകളെ അവൻ നമുക്ക് മനസ്സിലാക്കി തരികയും അതിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരികയും നമുക്ക് അതിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാകുകയും. സക്കായോസിന് നേരത്തെ അറിയാം സക്കായോസ് തെറ്റാ ചെയ്തിരുന്നതെന്ന്. പക്ഷേ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോഴാണ് അതിലൊരു കൺവിക്ഷൻ ഉണ്ടായത്. അപ്പോഴാണ് സക്കായോസിന് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയത്. സക്കായോസ് കർത്താവിനോട് നടക്കുമ്പോൾ ഒരു റെവലേഷൻ ഉണ്ടാവുകയാണ്. സക്കായോസിനുണ്ടായ ഇൻസ്പിറേഷൻ അത് കർത്താവ് കൊടുത്തതാ. അത് കർത്താവിൻ്റെ പ്ലാനാണ്. ഇങ്ങനെ ഇന്ന നടക്കണമെന്നും കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വരുമ്പോൾ അവൻ ആ കൺവിക്ഷൻ ഉണ്ടാകുമെന്നും അവൻ ആ റെവലേഷൻ ഉണ്ടാകുമെന്നും. റെവലേഷനെ വ്യക്തികളെ മാറ്റാൻ കഴിയത്തുള്ളൂ. റെവലേഷൻസിനെ, കർത്താവിൻ്റെ വെളിപ്പാടുകൾക്ക് വ്യക്തികളെ മാറ്റാൻ കഴിയത്തുള്ളൂ. കർത്താവിൻ്റെ വെളിപ്പാടിനെ നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ കഴിയത്തുള്ളൂ. നമ്മൾ കർത്താവുമായുള്ള റിലേഷൻഷിപ്പിലാകുമ്പോഴേ, കർത്താവുമായി നമ്മൾ നടക്കുമ്പോഴേ നമുക്ക് ആ റെവലേഷൻസ് മനസ്സിലാകത്തുള്ളൂ. അതേപോലെ നമുക്കൊരു സംഭവത്തിലേക്ക് വരാം. യോഹന്നാൻ 8:2 മുതൽ 9 വരെ. അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇതവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനഃസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി.
യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. ഇതൊരു സംഭവം പറയാണ്. പരീക്ഷന്മാരെല്ലാരും കൂടെ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കൊണ്ടുപോവാണ്, വ്യഭിചാരത്തിൽ പിടിച്ചൊരു പെണ്ണിനെ. അപ്പോൾ അവര് ആദ്യം കർത്താവ് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അവരെല്ലാരും കൂടെ വീണ്ടും പ്രഷർ കൊടുത്തു, അപ്പോഴൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഒന്നും കൂടെ പ്രഷർ കൂടിയപ്പോൾ കർത്താവ് എന്ത് പറയാം, നിങ്ങളിൽ പാപമില്ലാത്തവരെല്ലാവരും ഇവരെ കല്ലെറിയാൻ പറയാം. അപ്പോൾ എന്തോ സംഭവിച്ചതെന്നറിയോ, അവിടെ വലുത് മുതൽ ചെറിയ എല്ലാവരും കല്ല് അവിടെ ഇട്ടിട്ട് പോയി, എറിഞ്ഞില്ല ആരും. അവിടെ എന്തോ സംഭവിച്ചതെന്നറിയോ, അതുവരെ അവർക്ക് അറിയത്തില്ലായിരുന്നു. മോശയുടെ പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്, പാപം ചെയ്യാത്ത ആൾക്കാർ കല്ലെറിയാം, പാപം ചെയ്യുന്ന ആൾക്കാരൊന്നും കല്ലെറിയാൻ പറ്റൂല. അതുവരെ അവർക്ക് പറഞ്ഞ ആൾക്കാർക്ക് പാപം അവർ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ലേ? അറിയാം. എന്നിട്ടാണ് കർത്താവിൻ്റെ അടുത്ത് അവർ ചെന്നത്. പക്ഷെ കർത്താവുമായുള്ള ഒരു കോണ്ടാക്ട് വന്നപ്പോൾ, കർത്താവിന്റെ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ ചെന്നപ്പോ അവർക്ക് അവിടെ ഒരു കൺവിക്ഷൻ ഉണ്ടായി. അപ്പൊ അവരവിടെ കല്ലുകൾ ഇട്ടിട്ട് പോയി. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, കർത്താവിന്റെ പ്രസൻസിൽ ഇരിക്കുമ്പോൾ, കർത്താവിന്റെ വാക്കുകൾക്ക് ചില കൺവിക്ഷനെ, റെവലേഷൻസിനെ നമ്മുടെ ഹൃദയത്തിൽ തുറന്നു തരാൻ പറ്റും. അതുവരെ അവര് കർത്താവിനെ എങ്ങനെയും കുരുക്കണം എന്ന് വിചാരിച്ച് മോസസിന്റെ ഇതില് കല്ലെറിഞ്ഞ് കൊല്ലണം. പക്ഷെ അവർക്കറിയത്തില്ല അവര് പാപികളായിരുന്നു എന്ന്. അവർക്കറിയാം അവര് പാപികളായിരുന്നു എന്ന്. പക്ഷെ കർത്താവ് ചോദിക്കുമ്പോ, കർത്താവ് അത് പറയുമ്പോ, കർത്താവിന്റെ വാക്കുകൾ അവിടെ ചെല്ലുമ്പോ അവരുടെ ഹൃദയത്തിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാകുക. അത് കാരണം അവർ കല്ലുകൾ താഴെയിട്ട് പോവുക. അവരുടെ ഹൃദയത്തിൽ ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടാകുക. വചനം പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വാക്കുകൾക്ക് വചനങ്ങൾ ജ്ഞാനവും ജീവനുമാകുന്നു, ആത്മാവും ജീവനുമാകുന്നു എന്നാ. കർത്താവ് സംസാരിക്കുന്ന വാക്കുകളിൽ എന്തുണ്ടെന്ന് പറയണ, ആത്മാവും ജീവനും ഉണ്ട്. അവർക്ക് ആ സമയത്ത് ഒരു കൺവിക്ഷൻ ഉണ്ടായി, ഞങ്ങൾ കുറ്റക്കാരാണ്, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. കർത്താവിന്റെ സന്നിധി ഇരിക്കുമ്പോൾ നമുക്ക് പുതിയതിങ്ങനെ നമ്മളുടെ ഹൃദയത്തിൽ അതുവരെ നമുക്ക് മനസ്സിലാകാത്തത് ചിലതിങ്ങനെ മനസ്സിലായിക്കൊണ്ടേയിരിക്കും. ചില കൺവിക്ഷൻസ് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആദ്യം നമ്മൾ കണ്ടത് ആൻഡ്രൂസ്, യോഹന്നാന്റെ 2 ശിഷ്യന്മാര് ഒരു ഇൻസ്പിറേഷന്റെ പുറകെ കർത്താവിന്റെ പുറകെ പോവാ. കർത്താവ് ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് കേട്ടപ്പോൾ കർത്താവിന്റെ പുറകെ പോയി നോക്കിയപ്പോൾ മനസ്സിലാവും, അവർക്കൊരു റെവലേഷൻ കിട്ടുക. അവരുടെ ഹൃദയത്തിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാവും, ഇത് വേറെ ആരുമല്ല, ഇത് മെസ്സിയാണ്, ഇത് ക്രിസ്തു ആണെന്ന് അവർക്ക് മനസ്സിലാകുക. രണ്ടാമത് നമുക്ക് കാണാം, സഖ്യേവസിന്റെ കാര്യം കാണാം. അതുവരെ തെറ്റാ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിഞ്ഞിട്ടും കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ച് മരത്തിന്റെ മേളിൽ കയറി കർത്താവ് താഴേക്ക് വിളിച്ചു. കർത്താവിന്റെ കൂടെ കുറച്ചു നേരം നടന്നപ്പോൾ സഖ്യേവസിന് ഒരു മാറ്റം ഉണ്ടാകുക, ഒരു റെവലേഷൻ, ഒരു കൺവിക്ഷൻ ഉണ്ടാകുക. ഇതുവരെ ഞാൻ ചെയ്ത തെറ്റാണ്, എനിക്ക് ഈ കാര്യത്തിൽ നിന്നൊരു മാറ്റം വരണം, ഞാൻ ഇതൊക്കെ ഞാൻ ചെയ്തതെല്ലാം തിരുത്താമെന്ന് കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ അവനൊരു കൺവിക്ഷൻ ഉണ്ടാകുക, ഒരു റെവലേഷൻ ഉണ്ടാകുക. അടുത്ത് നമുക്ക് കാണാം, പരീക്ഷന്മാര് വന്നിട്ട് പറയാ കർത്താവിനെ പരീക്ഷിക്കാൻ നോക്കുക. അതിൻ്റെ ഇടയിൽ കർത്താവ് പറയാ, കർത്താവ് ഇത് നിങ്ങൾ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയാം. അതുവരെ അവർക്ക് അറിയത്തില്ല അവർ പാപം ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ കർത്താവിന്റെ വാക്കുകൾ ചെന്ന് അവരുടെ ഹൃദയത്തിലേക്ക് കയറിയപ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർക്ക് എറിയാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ഹൃദയത്തിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാകുക, ഒരു കുറ്റബോധം ഉണ്ടാകുക. കർത്താവിന്റെ റെവലേഷൻസിനെ ചിലതിനെ മാറ്റാനായി പറ്റത്തുള്ളൂ. കർത്താവിന്റെ റെവലേഷൻസ് നമുക്ക് ചിലത് തുറന്നു തരുന്നത്. അതേപോലെ നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം, ഉൽപ്പത്തി 39:7-10 വരെ. യോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നത് കൊണ്ട് യജമാനന്റെ ഭാര്യ യോസഫിന്റെ മേൽ കണ്ണു പതിച്ചു. എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൻ അതിന് സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല, തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച്
ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. നെക്സ്റ്റ്. അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. ജോസഫ് ഒരു വീട്ടിലായിരിക്കുമ്പോൾ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ജോസഫിൻ്റെ കൂടെ എൻ്റെ കൂടെ ഒന്ന് വന്നിരിക്കുക, അപ്പ ഇങ്ങനെ പറയുന്ന പോലെ ഒന്ന് ഇരിക്കുക, അല്ലെങ്കിൽ അപ്പ വേറൊരു കാര്യം പറയുന്നത് ഒന്ന് നമുക്കൊന്ന് ചാറ്റ് ചെയ്താലോ. അപ്പൊ ജോസഫ് പറയാ പറ്റത്തില്ല എന്ന് പറയാ. ജോസഫിന് എവിടുന്നാ കൺവിക്ഷൻ ഉണ്ടായത് ഈ ചെയ്യുന്നത് തെറ്റാണെന്നും ഇങ്ങനെ പറ്റത്തില്ല എന്നും? എവിടുന്നാ കൺവിക്ഷൻ ഉണ്ടായെന്നറിയോ? പഴയ നിയമത്തില് കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നത് സ്വപ്നങ്ങളിലൂടെയാണ്. സ്വപ്നങ്ങളിലൂടെ ജോസഫിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷനിലൂടെ കർത്താവിനെ കുറിച്ചുള്ള അല്ലെ കർത്താവിൽ നിന്ന് ജോസഫിന് ഒരു റെവലേഷൻ ഉണ്ടായിരുന്നു, ഒരു വെളിപ്പാടുണ്ടായിരുന്നു. സ്വപ്നത്തിലൂടെ കർത്താവിന്റെ സാന്നിധ്യത്തെ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പഴയ നിയമത്തിലെ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എന്ത് ചെയ്തിട്ടും ജോസഫ് അതിന് സമ്മതിക്കുന്നില്ല എന്ന് കാണാം നമുക്ക്. അതിന് കാരണം എന്തോന്നറിയോ? ജോസഫിന് ഒരു റെവലേഷൻ ഉണ്ട്, ഈ കാര്യങ്ങളൊന്നും ശരിയല്ല എന്നും ഞാൻ ചെയ്യാൻ പാടില്ല എന്നും ഒരു റെവലേഷൻ ഉണ്ട് ജോസഫിന്. അതെവിടുന്നാ കിട്ടിയെന്നറിയോ? ജോസഫിന് കർത്താവ് കൊടുത്ത സ്വപ്നത്തിൽ നിന്ന് ജോസഫിന് ഒരു ഡ്രീം, അതിൽ നിന്നൊരു വിഷൻ ഉണ്ടായി. ആ വിഷനിൽ നിന്ന് ജോസഫ് കർത്താവുമായി ഇരിക്കുന്ന ആ ബന്ധത്തിൽ നിന്ന് ജോസഫിന് ഒരു വെളിപ്പാടുണ്ട്, ഈ കാര്യങ്ങളൊന്നും ശരിയല്ല എന്നും ഞാൻ ഇങ്ങനെയല്ല ആയിരിക്കണ്ടെന്നും എന്തൊക്കെ ചെയ്താലും ജോസഫ് സമ്മതിക്കുന്നില്ല. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ, അവൻ്റെ ആ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ 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 വെളിപ്പാടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ ജോസഫിന്റെ കർത്താവുമായുള്ള ഒരു റിലേഷൻഷിപ്പ് ജോസഫിന് ഒരു റെവലേഷനെ കൊടുത്തു പറയുക. അവൾ എത്ര ശ്രമിച്ചിട്ടും ജോസഫ് അതിന് വഴങ്ങിയില്ല. ഒരു റെവലേഷൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ആരെന്തൊക്കെ ശ്രമിച്ചാലും നമ്മളെ അതിന് തോപ്പിക്കാൻ കഴിയത്തില്ല. ഒരു റെവലേഷൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആഴമായി പതിഞ്ഞു കിടക്കുമ്പോൾ ഒരു സാധനം വന്നാലും നമ്മളെ അതിനെ തോപ്പിക്കാൻ പറ്റത്തില്ല, അതിനെ നമ്മളെ ഇടിക്കാൻ കഴിയത്തില്ല. ഞാൻ ഇന്നലെ ഒരു ചിന്തയിൽ ഇങ്ങനെ കുഴഞ്ഞു കിടന്നു എന്ന് പറഞ്ഞില്ലേ, ഞാൻ ആ റെവലേഷൻ വന്ന സമയം മുതൽ പിന്നെ എനിക്ക് ആ ചിന്തയൊന്നുമല്ല, പിന്നെ ആ റെവലേഷൻ എനിക്ക് കത്താനായി തുടങ്ങി. ഇങ്ങനെ നമ്മളൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുക. കർത്താവിൻ്റെ റെവലേഷൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ എന്തൊക്കെ വന്നാലും നമ്മളെ ഇടിക്കാൻ പറ്റത്തില്ല എന്ന് നമുക്ക് ഉറപ്പ് വന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യത്തിലും അതിന് തോപ്പിക്കാൻ പറ്റത്തില്ല. എത്ര ശ്രമിച്ചിട്ടും ജോസഫ് അതിന് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ജോസഫിനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവനൊരു റെവലേഷൻ ഉണ്ട്, അവനൊരു വെളിപ്പാടുണ്ട്. കർത്താവിൻ്റെ റിലേഷൻഷിപ്പ്, കർത്താവിൻ്റെ ബന്ധവുമായി ഇരിക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ ഇങ്ങനെ റെവലേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു കുഞ്ഞു ചിന്ത ഉണ്ടായിരിക്കും കർത്താവിൻ്റെ സന്നിധി പോയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് അതിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യും തോറും കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ ഇരിക്കും തോറും അതിൻ്റെ ആഴം ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ആഴം മനസ്സിലാവും തോറും അപ്പയിൽ ആ മാറ്റം കണ്ടു വന്നുകൊണ്ടേയിരിക്കും. അപ്പം പ്രൊഫസീനെ കുറിച്ച് പഠിപ്പിച്ചു. പ്രൊഫസി എന്താണ്? കർത്താവ് നമുക്ക് വേണ്ടി നേരത്തെ ചെയ്തിട്ടുള്ളത് ഒരു പ്രവാചകനിലൂടെ നമ്മൾ റീകൺഫേം ചെയ്യാണ്. നിനക്കറിയാം കർത്താവ് ഓൾറെഡി നിനക്ക് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്, നിനക്ക് ഒന്നും കൂടെ പറഞ്ഞു തരുക. ഈ റെവലേഷനൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ സമയം ചെലവഴിക്കുകയും കർത്താവിൻ്റെ കൂടെ ആ റിലേഷൻഷിപ്പിലായിരിക്കും നമുക്കിങ്ങനെ പുതിയതിങ്ങനെ അൺലോക്ക് ആയി കിട്ടിക്കൊണ്ടേയിരിക്കും. പുതിയതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ ഒരു സാധനത്തിൽ നിന്ന് തടുക്കാനോ എതിർക്കാനോ തോൽപ്പിക്കാനോ, നമ്മൾ ഒരിടത്ത് ഒരു കാര്യത്തിൽ തോറ്റുപോകാനോ ഒരു കാര്യത്തിനും കഴിയത്തില്ല. കാരണം കർത്താവിൻ്റെ റെവലേഷൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. നമ്മളൊരു വാക്യം വായിക്കാൻ പോവുകയാണ്, മാത്യു 16:13 മുതൽ 17 വരെ. യേശു ഫിലിപ്പിന്റെ കൈസറിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്,
ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, ബാക്കിയുള്ളവർ ഞാൻ ആരാ എന്നാ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ശിഷ്യന്മാരിൽ കുറേ പേര് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പത്രോസ് മാത്രം ഒരു കാര്യം പറയാ, നീ ക്രിസ്തുവാന്ന് പറയാ, നീ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പറയുക. ഈ റെവലേഷൻ എവിടുന്നാ കിട്ടുന്നതെന്നറിയോ? നമ്മൾ ആദ്യം വായിച്ചു, യോഹന്നാന്റെ കൂടെ 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർ ഒരു കുഞ്ഞു ചിന്ത, കർത്താവിനെ ഫോളോ ചെയ്യണം എന്നുള്ള ചിന്ത വന്നപ്പോൾ അവർ കർത്താവിൻ്റെ കൂടെ പോയി താമസിച്ചു. അവർക്കൊരു റെവലേഷൻ ഉണ്ടായി, ഇത് മെസ്സിയാന്ന്. അപ്പോൾ ഇത് പത്രോസിന്റെ ബ്രദർ ആയിരുന്നു ആൻഡ്രൂസ് പത്രോസിനോട് പറയാ, ഇത് മെസ്സിയാണ്, ഇത് ക്രൈസ്റ്റാന്ന് പറയുമ്പോൾ പത്രോസിന് അന്ന് മുതൽ എന്ത് ചെയ്യുക? കർത്താവിൻ്റെ കൂടെ നടക്കാനായി തുടങ്ങി. അന്ന് മുതൽ കർത്താവിൻ്റെ കൂടെ നടക്കുക പത്രോസ്. അപ്പോൾ പത്രോസിന് ഈ കാര്യം ചോദിക്കുമ്പോൾ പത്രോസിന് ഓരോ ഉറപ്പുണ്ട്, ഈ ബാക്കിയുള്ളവർ പറയുന്ന ആളൊന്നും അല്ല ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ മകനാണെന്നും ഇത് ക്രിസ്തു ആണെന്നും പത്രോസ് ബാക്കിയുള്ളവരെ കാട്ടിലൊരു ഉറപ്പുണ്ട് പത്രോസിന്. ആ റെവലേഷൻ എവിടുന്നാ കിട്ടുന്നതെന്നറിയോ? പത്രോസിന്റെ ബ്രദറിന് കേൾക്കുക, ഇത് മെസ്സിയാന്ന് കേട്ട നിമിഷം മുതൽ പത്രോസ് ദൈവത്തിന്റെ കൂടെ നടക്കുക. ഇങ്ങനെ ഏത് സമയം അന്ന് മുതൽ ദൈവത്തിന്റെ കൂടെ നടക്കുക, ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കുക. കർത്താവ് അന്ന് ചോദിക്കുമ്പോ പറയാ, നീ ജീവിക്കുന്ന ദൈവപുത്രനാകുന്നു, നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസിന് ബാക്കിയുള്ളവരെ കാട്ടിലൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് എവിടുന്നാ കിട്ടുന്നതെന്നറിയോ? ആ ഉറപ്പ് ആ കർത്താവിന്റെ റെവലേഷനിൽ നിന്നാ നമുക്ക് ആ ഉറപ്പുണ്ടാകുന്നത്. ആ റെവലേഷൻ കിട്ടുന്ന എവിടുന്നാന്നറിയോ? നമ്മൾ ഇങ്ങനെ കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ ആ പത്രോസിന് ആ റെവലേഷൻ ഉണ്ടായത്. ആ റിലേഷൻഷിപ്പ് പത്രോസും ദൈവം അന്നു മുതൽ കർത്താവിന്റെ കൂടെ നടന്ന ആ റിലേഷൻഷിപ്പിൽ നിന്ന് പത്രോസിന് ഒരു കൺവിക്ഷൻ ഉണ്ടാകുക, ഒരു വെളിപ്പാടുണ്ടാകുക, ഇത് വേറെ ആരുമല്ല, ഇത് ക്രിസ്തു ആണെന്നൊരു വെളിപ്പാടുണ്ടാകുക. നമ്മൾ എത്രത്തോളം കർത്താവിന്റെ സന്നിധിയിലും കർത്താവിന്റെ റിലേഷൻഷിപ്പിലും ആയിരിക്കുന്നു, നമ്മൾ കർത്താവിനെ കൂടുതൽ അറിഞ്ഞുകൊണ്ടേയിരിക്കും, അവൻ ആരാന്ന് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മളെ പഠിപ്പിച്ചു, നമുക്ക് ഏറ്റവും ക്രിസ്ത്യൻസിന് ഏറ്റവും അറിയാത്ത കാര്യം നമ്മളിൽ ആരാന്നാ നമുക്കറിയാത്തത്. അതെങ്ങനെ കിട്ടുന്നതെന്നറിയോ? കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമുക്കൊരു ട്രൂത്ത് കിട്ടും, സത്യം കിട്ടും. ആ സത്യത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒരു വെളിപ്പാടുണ്ടാകും. ആ വെളിപ്പാട് നമ്മൾ ആരാന്നുള്ള ബോധ്യം നമുക്ക് തരും. ഇവിടെ പത്രോസ് ബാക്കിയുള്ളവര് കർത്താവ് അതാ ഇതാന്ന് പറയുമ്പോൾ പത്രോസ് ഉറപ്പോടെ ഒരു കാര്യം പറയാ, അതൊന്നുമല്ല, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാകും, നീ ക്രിസ്തു ആകുന്നു ഉറപ്പോടെ പറയുക. പത്രോസ് ഇങ്ങനെ കൂടെ നടന്ന് പത്രോസിന് ഒരു ഉറപ്പാ, ഇത് അങ്ങനെ തന്നെയാണ്. ആ റിലേഷൻഷിപ്പ് പത്രോസിന് ഒരു റെവലേഷൻ കൊടുക്കുക. നമുക്കൊരു വാക്യം വായിക്കാം, യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അടുത്ത വാക്യം കൂടെ. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ട് പഠിച്ചവനെല്ലാം എൻ്റെ അടുക്കൽ വരും. ഇത് കർത്താവ് പറയുന്ന എപ്പോഴാണെന്നറിയോ? No one can come to me unless the Father who sent me draws him. ഇത് കർത്താവ് എപ്പോഴാണ് പറയുന്നതെന്നറിയോ? നമുക്ക് അതിൻ്റെ മേലോട്ട് വായിച്ച 41 42 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിറുത്തു. ഇവൻ യോസഫിൻ്റെ പുത്രനായ യേശു അല്ലയോ?
അവൻ്റെ അപ്പനെ അമ്മയെ നാം അറിയുന്നുവല്ലോ, പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നുവെന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. ഇവിടെ കർത്താവ് പറയാ, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാന്ന് കർത്താവ് പറയാ. അപ്പൊ കൂടെ നിൽക്കുന്നവരൊക്കെ പറയാ, അതെങ്ങനെ ശരിയാവും, ഇവന്റെ അപ്പനെ അമ്മ എനിക്ക് അറിയത്തില്ലേ, അതെങ്ങനെ ശരിയാവും, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നേന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അപ്പൊ കർത്താവ് പറയാ, നിങ്ങളിങ്ങനെ പിറുപിറുക്കാതെ. അതിനുശേഷം കർത്താവ് പറയാ, പിതാവ് ആകർഷിക്കാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന്. കർത്താവ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത് എന്തുവാണെന്നറിയോ? ബാക്കിയുള്ളവർ ഫിസിക്കലായിട്ട് ഇവന്റെ അപ്പനെ അമ്മ എനിക്കറിയാമല്ലോ, ഇതെങ്ങനെ ശരിയാവുന്നതെന്ന് ഫിസിക്കലായി അവർ ചിന്തിക്കുക. അപ്പൊ കർത്താവ് പറയാ, എന്നെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്കൊരു റെവലേഷൻ ഉണ്ടാകണം. എന്നെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്കൊരു റെവലേഷൻ ഉണ്ടാകണം. അതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്, പിതാവ് ആകർഷിക്കാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. അവരൊക്കെ ഫിസിക്കലായി ചിന്തിക്കും, അതെങ്ങനെ ശരിയാവും, ഇവന് അപ്പനെ അമ്മ എനിക്കറിയാലോ, ഇന്ന ഇവരല്ലേ, ഇവരൊക്കെ എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ, എങ്ങനെ സ്വർഗത്തിൽ നിന്ന് അപ്പമാന്ന് പറയുന്നത്? അവർക്ക് ആർക്കും കർത്താവിനെ അറിഞ്ഞുകൂടാ. കർത്താവ് പറയാ, എന്നെ അറിയണമെങ്കിൽ നിങ്ങൾക്കൊരു വെളിപ്പാടുണ്ടാകണം. അത് കഴിഞ്ഞിട്ട് കർത്താവ് അടുത്ത വാക്യത്തിൽ പറയാം, ഇറ്റ് ഈസ് റിട്ടൻ ഇൻ ദ പ്രൊഫറ്റ്സ് ആൻഡ് ദേ വിൽ ഓൾ ബി ടോട്ട് ഓഫ് ഗോഡ്. എബ്രായർ 8:11, എബ്രായർ 8:11, ജെറമ്യ 31:34, യെശയ്യാ 54:13. ഈ വാക്യങ്ങളിലൊക്കെ പ്രൊഫറ്റ്സ് പ്രവചിക്കുകയാണ്. കർത്താവ് അന്ന് എല്ലാവരും കർത്താവിനെ അറിയുമെന്നും കർത്താവിൽ നയിക്കപ്പെടുമെന്നും ഈ 3 വാക്യങ്ങളിലും പറയാം. അതാണ് കർത്താവ് എവിടെ പറയുന്നത്? യോഹന്നാനിൽ പറയുന്നത്. അന്ന് എല്ലാവരും കർത്താവിനെ അറിയുമെന്ന് യോഹന്നാനിൽ പറയുന്നത് ഈ 3 പ്രൊഫറ്റ്സ് പറയുന്ന കാര്യമാണ് അന്ന് കർത്താവ് പറയുന്നത്. ഈ പഴയ നിയമത്തിൽ ഈ പ്രൊഫറ്റ്സ് പറയുന്ന കാര്യം എപ്പോഴും സംഭവിക്കുന്നതെന്നറിയോ? പുതിയ നിയമം തുടങ്ങുമ്പോഴാണ് ഈ കാര്യം സംഭവിക്കുന്നത്. പുതിയ നിയമം തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് പറയുക, കർത്താവ് അന്ന് മുതൽ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കാൻ തുടങ്ങുക. കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ ആ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ പിന്നെ വേറെ ഒരു കാര്യവും വേണ്ട നമ്മളെ നയിക്കുക. കർത്താവ് തന്നെ നമ്മളെ നയിക്കുകയും നമ്മൾ അവനെ കുറിച്ചുള്ള ഒരു റെവലേഷൻ, ആ വെളിപ്പാടിലായിരിക്കുകയോ ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം ആ റെവലേഷനിലും അല്ല ആ റിലേഷൻഷിപ്പിലായിരിക്കുന്നു, നമ്മൾ കർത്താവിനെ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ എൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു കുഞ്ഞു കാര്യം, പിന്നെ എനിക്ക് അപ്പനെ കാണണം തോന്നി, ഈ കർത്താവിനെ എനിക്ക് അറിയണം തോന്നി, പിന്നെ പറഞ്ഞു എനിക്ക് എൻ്റെ യേശുവിനെ കാണണം തോന്നി, പിന്നെ ഞാൻ പറയാൻ തുടങ്ങി എനിക്ക് സ്വർഗത്തിൽ പോകണം പറയാൻ തുടങ്ങി, പിന്നെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി, ഞാൻ ആ പ്രസൻസ്, ആ റിലേഷൻഷിപ്പ് വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നവും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ എന്തു പറ്റി? എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി, വേറെ ആർക്കും തരാൻ പറ്റാത്ത എന്തോ ഒരു കംഫേർട്ട് എൻ്റെ അപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെന്നും, ബാക്കി ആരും തരാത്ത സൊല്യൂഷൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെന്നും എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടാകുക. അന്ന് മുതൽ പിന്നെ എൻ്റെ അപ്പയടുത്തും അമ്മയടുത്തും അല്ല ഞാൻ പോകുന്നത്, എൻ്റെ കർത്താവിൻ്റെ അടുത്താണ് പോകുന്നത്. അന്ന് മുതൽ ആ റിലേഷൻഷിപ്പ് എനിക്ക് എൻ്റെ അപ്പനെ കുറിച്ചുള്ള റെവലേഷൻസ് തരുക. കർത്താവ് പറയാ, ഞാൻ സ്വർഗത്തിൽ നിന്ന് വരുന്ന അപ്പമാന്ന് പറയാം. ബാക്കിയുള്ളവർ അറിയാം ഇവന്റെ അപ്പനെ അമ്മ എനിക്കറിയാലോ. അപ്പൊ കർത്താവ് പറയാ, പിതാവ് ആകർഷിക്കാതെ എൻ്റെ അടുത്ത് ആരും വരുന്നില്ല. കർത്താവിനെ മനസ്സിലാക്കണമെങ്കിൽ കർത്താവിനെ കുറിച്ച് ഒരു റെവലേഷൻ ഉണ്ടാകണം, ഒരു വെളിപ്പാടുണ്ടാകണം. നമ്മൾ ആ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കൂടുതൽ അടുക്കും തോറും അവനെ കുറിച്ചുള്ള, അവൻ ആരാണ്, എന്താണ്, എൻ്റെ അപ്പൻ എങ്ങനെയാണെന്നുള്ള കൂടുതൽ ക്ലാരിറ്റി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമുക്കൊരു വാക്യം വായിക്കാം, യോഹന്നാൻ 6:66. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. അപ്പോൾ ഈ സംഭവം എന്തുവാണെന്നറിയോ? അന്ന് മുതൽ കർത്താവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ പിൻവാങ്ങിപ്പോയി എന്ന് പറയുന്നതിന് സംഭവം എന്തുവാണെന്നറിയോ? നമുക്ക് യോഹന്നാൻ 6:54 മുതൽ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് പിടികിട്ടും.
എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അവൻ കഫർന്നഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനവാക്ക്, ഇതാർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് സംഭവിക്കുന്നത് എന്തുവാ, അതിനുശേഷം ശിഷ്യന്മാരൊക്കെ കർത്താവിൻ്റെ അടുത്തുനിന്ന് പിൻവാങ്ങിപ്പോയിന്ന്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ തെരഞ്ഞെടുത്ത 12 പേരെടുത്തും ചോദിക്കുക, നിങ്ങൾ ഇനി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇതില് എൻ്റെ ശരീരം തിന്നെ എൻ്റെ രക്തം കുടിക്കുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് തോന്നുന്ന എന്തോന്ന് അറിയാം, ശരിക്കും കർത്താവിൻ്റെ ശരീരം തിന്നെയും ശരിക്കും കർത്താവിൻ്റെ രക്തം കുടിക്കുകയും എന്നാണ് അവരുടെ തലയിൽ കൂടെ പോകുന്നത്. അങ്ങനെ അവർക്ക് മനസ്സിലായപ്പോൾ അവർ പറയാ, ഇത് ഭയങ്കര കട്ടിയുള്ള സംഭവം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞങ്ങളൊക്കെ പോവാ, ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോവാ. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുക, നിങ്ങളും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സംഭവം നടക്കുന്നുണ്ട്. അവിടെ പത്രോസ് പറയാ 6:68 ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. പത്രോസ് അപ്പൊ പറയാ, ഞങ്ങൾ ആരടുത്ത് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ അടുത്താ ഉള്ളതെന്ന് പറയാ. ബാക്കിയുള്ളവര് കർത്താവിന്റെ ശരീരം തിന്നെ ബ്ലഡ് കുടിക്കണം, അയ്യോ എന്തൊക്കെയായി പറയുന്നത്, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ പുതിയ ജനറേഷൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ മേളിൽ കൂടെ ഒക്കെ പറഞ്ഞു എന്നൊക്കെ പറയണ പോലെ ഒരു കുന്തം മനസ്സിലാവുന്നില്ല. പക്ഷെ ശീമോൻ പത്രോസ് മാത്രം ഒരു വ്യത്യസ്തമായ ഒരു കാര്യം പറയാ, ഞങ്ങൾ ഇനി വേറെ എവിടെ പോവാനാ? കർത്താവ് നിന്റെ കയ്യിലല്ലേ നിത്യജീവന്റെ വചനങ്ങൾ ഇരിക്കുന്നത്, നിന്റെ വായിൽ നിന്നല്ല വരുന്നത്, അപ്പൊ ഞങ്ങൾ എവിടെ പോവാനാന്ന് ചോദിക്കുക. എവിടുന്നാ പത്രോസിനാ ഉറപ്പ് കിട്ടിയത്? എവിടുന്നാ പത്രോസിന് ആ കൺവിക്ഷൻ ഉണ്ടായത്? ഈ 6-ാം അധ്യായത്തിൽ 2 സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്തോന്നറിയോ? കർത്താവ് അപ്പത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ട് 6-ാം അധ്യായത്തിൽ. 5000 പേർക്ക് കർത്താവ് അപ്പത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് ആര് കാണുക? പത്രോസ് കാണുക. പത്രോസ് കൂടെ നടക്കുമ്പോൾ കർത്താവ് ചെയ്യുന്നത് കാണുക. അതേപോലെ ഒരു സംഭവം നടക്കുന്നുണ്ട്. പത്രോസിനെ പിടിച്ച് കർത്താവ് വെള്ളത്തിൽ നടത്തുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. ഇതിൽ നിന്ന് പത്രോസിനൊരു കാര്യം മനസ്സിലായി, എനിക്ക് കർത്താവ് എൻ്റെ ശരീരം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്ന അതൊന്നും മനസ്സിലായില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അമ്മ നിന്റെ വായിലാണ് നിത്യജീവന്റെ വചനങ്ങൾ ഉള്ളതെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. കാരണം ഞാൻ നിന്റെ കൂടെ നടക്കുമ്പോ നീ താണ്ട അപ്പത്തെ വർദ്ധിപ്പിക്കുന്നു, എന്നെ ഇതാ വെള്ളത്തിന്റെ മേളിൽ കൂടെ നടത്തുന്നു. ആ റിലേഷൻഷിപ്പിൽ നടക്കുകയും കർത്താവിന്റെ കൂടെ നടക്കുകയും അപ്പോ പത്രോസിനൊരു ഉറപ്പ് വരുവാ, വേറെ ആരുടെ കൂടെ എന്ത് പറഞ്ഞിട്ട് മനസ്സിലായില്ലേലും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടിട്ട് പോകത്തില്ല. കാരണം കർത്താവിൻ്റെ വായില് നിത്യജീവന്റെ വാക്കുകളുണ്ടെന്നൊരു കൺവിക്ഷൻ ഉണ്ടാകുക. നിങ്ങൾ എത്രത്തോളം കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് നടക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉറപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഒരു കൺവിക്ഷൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, റെവലേഷൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബാക്കി എല്ലാവരും ചിന്തിക്കുക, എങ്ങനെ ഇത്രയും ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും? ശരീരം തിന്നണം, ബ്ലഡ് കുടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ബാക്കിയുള്ളവരൊക്കെ പിരിഞ്ഞു പോയപ്പോൾ പത്രോസ് മാത്രം, കർത്താവിന്റെ ശിഷ്യന്മാരിൽ പത്രോസ് പറയുക, ഇല്ല ഞങ്ങൾ എവിടെ പോവാനാ? പത്രോസിന് ഒരു കൺവിക്ഷൻ ഉണ്ട്, ഒരു ഉറപ്പുണ്ട്. കർത്താവിൻ്റെ കൊണ്ട് നടന്നപ്പോൾ കർത്താവ് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവന്റെ വായിലെ വാക്കുകളിലൂടെ ചിലത് ഉളവാകുന്നുണ്ട്. അവന്റെ കൂടെ നടക്കും തോറും, കർത്താവിന്റെ കൂടെ നടക്കും തോറും പത്രോസിനൊരു കൺവിക്ഷൻ കൂടി വന്നു. ആ കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നു. ആ കാര്യത്തിൽ നിന്ന് പത്രോസിനൊരു വെളിപ്പാടുണ്ടായി. ഇന്നു മുതൽ എത്ര പേര് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുകയും ആ റെവലേഷൻ, ആ റിലേഷൻഷിപ്പിൽ നടക്കുകയും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചെറിയ ചിന്തകളെയും ആ ഇൻസ്പിറേഷനെ ഫോളോ ചെയ്ത് കർത്താവിന്റെ സന്നിധിയിൽ നടക്കാൻ തയ്യാറാണോ?
നിങ്ങൾക്ക് പുതിയ പുതിയ റെവലേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ലൈഫ് ആ റെവലേഷൻ നിങ്ങളുടെ ലൈഫിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു നിമിഷം നമുക്ക് എഴുന്നേക്കാം. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോയ എന്ത് ബോധ്യത്തിലാണെന്നറിയോ? നമ്മൾ കർത്താവിൻ്റെ മക്കളാണെന്നും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു കൺവിക്ഷൻ ഉണ്ടാകുമെന്നും നമ്മൾ ആ റെവലേഷൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു സാധനത്തിന് നമ്മൾ ഇടിക്കാൻ പറ്റത്തില്ല എന്നും, റെവലേഷൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കത്തുമ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ തൊടാൻ പറ്റത്തില്ല എന്നും ആ ബോധത്തിൽ നമ്മൾ ഒരിക്കൽ കൂടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. എത്ര പേര് തയ്യാറാണ്? ഇന്നു മുതൽ ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ സമയം ചെലവഴിക്കും ആ റെവലേഷൻസിന് വേണ്ടി? അവനിൽ നിന്ന് റെവലേഷൻസ് പ്രാപിക്കാൻ എത്ര പേര് തയ്യാറാണ്? നമ്മൾ ഒരിക്കൽ കൂടെ കർത്താവിനെ പാടി ആരാധിക്കാൻ പോവേ. എല്ലാവരും കണ്ണുകൾ അടച്ചിട്ട് കർത്താവിന്റെ ആ റിലേഷൻഷിപ്പിനെ വാഞ്ചിച്ചുകൊണ്ടായിരുന്നേ ഇന്നൊരു തീരുമാനം എടുത്ത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചതിനെ, അല്ലെങ്കിൽ ആ റെവലേഷൻസ് ആണ് കർത്താവിനൂടെ നടക്കുന്നത്. കിട്ടുമ്പോൾ റെവലേഷൻസ് ആണ് നമ്മളെ അടുത്ത നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്നെന്നും എൻ്റെ ജീവിതത്തെ മാറ്റുന്നത് കർത്താവിൻ്റെ റെവലേഷൻസ് ആണെന്നുള്ള ബോധ്യത്തിൽ ആമേൻ എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. Rafa Elohim Shaddai Adon will manifest himself. Rafa ഇന്നു മുതൽ അവർ നിന്റെ റിലേഷൻഷിപ്പിൽ കൂടുതൽ നടക്കാനായി തുടങ്ങട്ടെ അപ്പ. അതിന്റെ ഓരോ ഇൻസ്പിറേഷൻസിലും ഓരോ തോട്ടിലും നിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് പുതിയ പുതിയ റിവലേഷൻസ് ഉണ്ടാകട്ടെ അപ്പ. നിന്നെ കുറിച്ചുള്ള പുതിയ വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ അപ്പ.